നമ്മൾ ഓഫ്. ഹലോ, ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛൻ. ഗുഡ് മോർണിംഗ് അച്ഛൻ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ് തോമസ് അങ്കിളെ, വിജയ ആന്റി, വെൽക്കം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് അച്ഛൻ. ഗുഡ് മോർണിംഗ് ഫിലിപ്പ് അങ്കിൾ. ഗുഡ് മോർണിംഗ് അച്ഛാ. ഗുഡ് മോർണിംഗ് ആന്റി. റെഡി ആണല്ലോ അല്ലേ? ഞങ്ങൾ രണ്ടുപേരും പാട്ടിന്റെ പേര് പറയുന്നത് പിന്നെ നമ്മുടെ ബുക്കിൽ നിന്നാ പാടുന്നെങ്കിൽ ആന്റി പാടുന്നതിന് മുമ്പ് ബുക്കിലെ നമ്പർ അങ്ങ് പറഞ്ഞാൽ മതി. സോ ബുക്ക് വേറെയാ. ഇത് സ്തുതികീർത്തനങ്ങള് നമ്മുടെ കാക്കനാട് പള്ളിയിലെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഇത്. എന്നാ പിന്നെ കുഴപ്പമില്ല, അത് പാട്ട് പാടിയാൽ മതി. ഞാൻ പേര് പറഞ്ഞേക്കാം. അടവിതരുക്കളിനിടയിൽ വരണം. ഓ, പിന്നെ ഉന്നതൻ നീ അത്യുന്നതൻ നീ. ഓക്കെ ഓക്കെ, ഗുഡ് 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 ഗുഡ്.
കൂട്ടായ്മ ആരംഭിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ തന്നെ ആമേൻ. സ്നേഹവാനും പരിശുദ്ധനുമായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ പ്രഭാതത്തിനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, കഴിഞ്ഞ ഒരു രാത്രികാലം ഞങ്ങളെ എല്ലാവരെയും ഈ ദേശത്തിന്റെ പല ഇടങ്ങളിൽ ഞങ്ങളായിരുന്ന ജീവിത സാഹചര്യങ്ങളിലൊക്കെ അവിടുന്ന് കാത്ത് പരിപാലിച്ചതിനായിട്ട് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പുതിയ പ്രഭാതത്തിലേക്ക്, ഒരു പുതിയ പകൽക്കാലത്തിലേക്ക് ഞങ്ങളെ അവിടുന്ന് നയിച്ചതിനായി ഞങ്ങൾ അങ്ങേക്ക് മനഃപൂർവ്വമായി നന്ദി അർപ്പിക്കുന്നു. കർത്താവെ, ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് ഇപ്രകാരം അങ്ങയുടെ സന്നിധിയിൽ ഒരുമിച്ചായിരിക്കാൻ അവിടുന്ന് ഇടയാക്കുന്നല്ലോ. കർത്താവെ, ഏക മനസ്സോടുകൂടെ ഒരേ ആത്മാവിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ ചിന്തയിൽ കർത്താവെ ഞങ്ങൾക്ക് ആയിരിക്കാനും, ദൈവമേ, അല്പസമയം ദൈവത്തിന്റെ വചനത്തിന്റെ തണലിൽ കർത്താവെ ഞങ്ങളുടെ ജീവിതങ്ങളെ സമർപ്പിക്കുവാനും നീ തരുന്ന അവസരങ്ങൾക്കായിട്ട് സ്തോത്രം. ഞങ്ങള് ഇങ്ങനെ പലയിടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഓൺലൈനിലൂടെ ഒരുമിച്ച് കൂടി വരുന്നെങ്കിലും കർത്താവെ, ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ, ഞങ്ങൾ ഒരുമിച്ച് കൂടി വരുമ്പോൾ കർത്താവെ, നിന്റെ ആത്മാവിന്റെ വലിയ കർത്താവെ സാന്നിധ്യം ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് ഏക മനസ്സോടുകൂടെ, ഏകബോധ്യത്തോടുകൂടെ, തിരിച്ചറിവോടുകൂടെ ഈ പകൽക്കാലം അങ്ങയുടെ സന്നിധിയിലായിരിക്കാനും കർത്താവെ, ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ചെലവിടുന്ന ഈ സമയം കർത്താവെ ഞങ്ങളുടെ ഒക്കെ ജീവിതത്തിന്, അനുഗ്രഹത്തിന്, നന്മയ്ക്ക് ഒക്കെ മുഖാന്തരമാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ഞങ്ങളുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി, ഞങ്ങൾ അറിയുന്നവർക്ക് വേണ്ടി, കർത്താവെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒക്കെ അല്പസമയം മധ്യസ്ഥത നടത്താനും അവരുടെ ആവശ്യങ്ങളെ ഓർക്കുവാനും അവരുടെയൊക്കെ ആവശ്യങ്ങളെ അങ്ങയുടെ സന്നിധിയിൽ സ്തോത്രത്തോടുകൂടെ സമർപ്പിക്കുവാനും പിതാവെ ഈ പകൽക്കാലം ഇടയാക്കണമേ. നിന്റെ വചനത്താൽ ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഈ മീറ്റിംഗിൽ, ഈ കൂട്ടായ്മയിൽ കൂടി വരുവാൻ ആഗ്രഹിക്കുന്നവരെ അവിടുന്ന് കൂട്ടിച്ചേർക്കണമേ. തടസ്സങ്ങളൊന്നും കൂടാതെ, പ്രതികൂലങ്ങളൊന്നും കൂടാതെ ഞങ്ങൾക്ക് ഒരുമിച്ച് ഒരു നല്ല കൂട്ടായ്മ ആചരിച്ച് സന്തോഷിച്ച് കർത്താവെ ഞങ്ങളുടെയൊക്കെ ജീവിതങ്ങളിൽ തുടർന്നും ശരണപ്പെട്ട് ബലപ്പെട്ട് ജീവിപ്പാൻ സഹായിക്കണം. ഞങ്ങളുടെ ഇന്നത്തെ കൂട്ടായ്മയുടെ ആദ്യയുടെ അവസാനം തിരുസാന്നിധ്യത്താൽ ഞങ്ങളെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ ദയ തോന്നി കേൾക്കണമേ. ആമേൻ. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടട്ടെ. നിങ്ങളെ എല്ലാവരെയും ഈ ഓൺലൈൻ ഫാസ്റ്റിംഗ് പ്രയറിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഞാൻ നേരത്തെ നമ്മുടെ പ്രോഗ്രാമിന്റെ ഷെഡ്യൂൾ അയച്ചിരുന്നല്ലോ. പാട്ടുകൾക്ക് നേതൃത്വം നൽകുന്നവർ, വേദപുസ്തകം വായിക്കുന്നവർ, പ്രാർത്ഥിക്കുന്നവർ ഒക്കെ പ്രത്യേകിച്ച് സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ ചാച്ചിയമ്മ ആന്റിയാണ് നമ്മുടെ ഇന്നത്തെ ഗാന ശുശ്രൂഷയിൽ നമ്മളെ നയിക്കുന്നത്. ആന്റിയെ പ്രത്യേകമായിട്ട് അതിലേക്ക് ക്ഷണിക്കുന്നു. അതിനുശേഷം സങ്കീർത്തനം വായിച്ച് സങ്കീർത്തന വായനയിൽ നമ്മളെ നയിക്കുന്നത് സാലി ആന്റിയാണ്, സാലി ചെറിയ ബോബ് ആന്റി. അപ്പോൾ ചാച്ചിയമ്മ ആന്റി പാട്ട് പാടിയതിനു ശേഷം 2 പാട്ടുകൾ ആന്റി പാടും. അതിനുശേഷം സാലി ആന്റിക്ക് സങ്കീർത്തനം വായിക്കാവുന്നതാണ്. ഒന്നാമത്തെ പാട്ട് അടവീതരുക്കളിനിടയിൽ. കേൾക്കാവാച്ചാ? കേൾക്കാം ആന്റി, കേൾക്കാം. തുടങ്ങിക്കോട്ടെ. സ്റ്റാർട്ട് ചെയ്യട്ടെ ആന്റി? സ്റ്റാർട്ട് ചെയ്തോ. അടവീതരുക്കളിനിടയിൽ ഒരു നാരകമെന്നവണ്ണം വിശുദ്ധരിൽ കാണുന്നേ അതിശ്രേഷ്ഠനാമേശുവിനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ. ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ. നന്ദിയോടെ ഞാൻ പാടിടുമേ. പനിനീർ പുഷ്പം ചാരോനിലവൻ താമരയുടെ താഴ്വരയിൽ
വിശുദ്ധരിലതിവിശുദ്ധനാവൻ ആ സൗന്ദര്യ സമ്പൂർണനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ പകർന്നാതൈലം പോൽ നിന്നാമം പാരിൽ സൗരഭ്യം വീശുന്നതാ പഴിദൂഷി നിന്ന ഞെരുക്കങ്ങളിൽ എന്നെ സുഗന്ധമായി മാറ്റിടണേ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ മനക്ലേശതരംഗങ്ങളാൽ ദുഃഖസാഗരത്തിൽ മുങ്ങുമ്പോൾ തിരുകരം നീട്ടി എടുത്തണച്ചു ഭയപ്പെടേണ്ട എന്നുരച്ചവനെ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ തികച്ചിടുവാൻ ഇതാ ഞാനിപ്പോൾ വന്നിടുന്നേ എന്റെ വേലയെ തികച്ചും കൊണ്ട് നിന്റെ മുൻപിൽ ഞാൻ നിന്നിടുവാൻ വാഴ്ത്തുമേ എന്റെ പ്രിയനെ ജീവകാലമെല്ലാം ഈ മരുയാത്രയിൽ നന്ദിയോടെ ഞാൻ പാടിടുമേ നന്ദിയോടെ ഞാൻ പാടിടുമേ രണ്ടാമത്തെ പാട്ടാച്ചാ ഉന്നതന്നി പാടിക്കോണ്ടേ രണ്ടാമത്തെ പാട്ട് യെസ് ഉന്നതന്നി അത്യുന്നതന്നി നിന്നെ പോലൊരു ദൈവമില്ല ഉന്നതന്നി അത്യുന്നതന്നി നിന്നെ പോലൊരു ദൈവമില്ല അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുള്ളല്ലോ നന്മയല്ലാതൊന്നും ചെയ്തിട്ടില്ലല്ലോ നന്മ മാത്രമേ ഇനി ചെയ്യുള്ളല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി വ്യാപരിച്ചല്ലോ തിന്മയ്ക്കായൊന്നും ഭാവിച്ചില്ലല്ലോ നന്മയ്ക്കായി കൂടി
വ്യാപരിച്ചല്ലോ. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിലച്ചിടുമ്പോൾ. നടത്തിയ വഴികളെ ഓർത്തിടുമ്പോൾ കരുതിയ കരുതൽ നിലച്ചിടുമ്പോൾ. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ഞാൻ പാടി സ്തുതിക്കും. സ്തുതിക്കുവാനായിരം നാവു പോരായേ, എങ്കിലും ഞാൻ പാടി സ്തുതിക്കും. ഉന്നതനേ അത്യുന്നതനേ നിന്നെ പോലൊരു ദൈവമില്ല. അത്ഭുതവാൻ അതിശയവാൻ നീ മാത്രമെൻ ദൈവമെന്നും. നീ മാത്രമെൻ ദൈവമെന്നും. കഴിഞ്ഞ താങ്ക് യു ചാച്ചമ്മ ആന്റി ആൻഡ് ഫിലിപ്പ് അങ്കിൾ. പാട്ട് പാടി ഞങ്ങളെ നയിച്ചതിന് പ്രത്യേകം നന്ദി പറയുന്നു. ഇപ്പോൾ സാലി ആന്റി രണ്ടാം സങ്കീർത്തനം വായിക്കുന്നതാണ്, സാം 2. സെക്കൻഡ്. സാലി ആന്റി അൺമ്യൂട്ട് ചെയ്യണേ. യെസ്. സങ്കീർത്തനം 2. ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്ന എന്ത്? യഹോവയ്ക്കും അവന്റെ അഭിഷക്തനും വിരോധമായി ഭൂമിയിലെ രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതികൾ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളക. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു, കർത്താവ് അവരെ പരിഹസിക്കുന്നു. അന്ന് അവൻ കോപത്തോടെ അവരോട് അരുളി ചെയ്യും, ക്രോധത്തോടെ അവരെ ഭ്രമിപ്പിക്കും. എന്റെ വിശുദ്ധ പർവ്വതമായ സിയോനിൽ ഞാൻ എന്റെ രാജാവിനെ വാഴിച്ചിരിക്കുന്നു. ഞാൻ ഒരു നിർണയം പ്രസ്താവിക്കുന്നു. യഹോവ എന്നോട് അരുളി ചെയ്തത്, നീ എന്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരും. ഇരുമ്പുകൾ കൊണ്ട് നീ അവരെ തകർക്കും, കുശവന്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും. ആകയാൽ രാജാക്കന്മാരെ ബുദ്ധി പഠിപ്പീൻ, ഭൂമിയിലെ ന്യായാധിപന്മാരെ ഉപദേശം കൈക്കൊള്ളുവീൻ. ഭയത്തോടെ യഹോവയെ സേവിപ്പീൻ, വിരകളോടെ ഘോഷിച്ചുല്ലസിപ്പീൻ. അവൻ കോപിച്ചിട്ട് നിങ്ങൾ വഴിയിൽ വെച്ച് നശിക്കാതിരിപ്പാൻ പുത്രനെ ചിന്തിപ്പീൻ. അവന്റെ കോപം ക്ഷണത്തിൽ ജ്വലിക്കും. അവനെ ശരണം പ്രാപിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആദ്യെങ്കിലും എപ്പോഴും പ്രകാരം തന്നെ ആകണം. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് അല്പസമയം ദൈവസന്നിധിയിൽ ചെലവിടാം. നമ്മുടെ ഇങ്ങനെയുള്ള ഈ കൂട്ടായ്മ യഥാർത്ഥത്തില് കൂടുതൽ സമയവും പ്രാർത്ഥനയ്ക്കായിട്ടുള്ളൊരു സമയമാണ്. നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെ ഒക്കെ നമുക്ക് ഓർക്കാനും ഒരു നിമിഷം അവയൊക്കെ ദൈവസന്നിധിയിൽ ഒന്ന് ഓർക്കാനും, പലവിധമായ പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും കടന്നു പോകുന്നവരെയൊക്കെ ഒന്ന് ഓർക്കാനും ഒക്കെ ഉള്ളൊരു സമയമാണ്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ അറിയാനും അവരുമായിട്ടുള്ള അടുപ്പത്തിലുമൊക്കെയാണല്ലോ നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ
കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ളവർ, നമ്മളുടെ അടുത്തുള്ളവർ, നാം അറിയുന്നവർ, അങ്ങനെയുള്ളവരെ ഒക്കെ നമുക്ക് ഒരു നിമിഷം നമുക്ക് ഓർക്കാനുള്ള ഒരു സമയമാണ്. അതുകൊണ്ട് ഈ സമയം നമുക്ക് അല്പസമയം ദൈവസന്നിധിയിൽ ഇരിക്കാം. ദൈവസന്നിധിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് ദൈവത്തെ കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ വഴി നടത്തുന്ന ദൈവമാണ്. ദൈവം നമ്മെ അറിയുന്ന ദൈവമാണ്. നമ്മിന്ന് വായിച്ചു കേട്ട സങ്കീർത്തനത്തിലും അത് തന്നെയാണ് പറയുന്നത്. ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ ദൈവജനത്തിന് നേരെ ഉണ്ടാകുന്ന സമയത്ത് അവിടെയെല്ലാം ദൈവജനത്തിന് താങ്ങായി, തണലായി, ആശ്രയമായി, സംരക്ഷണമായി ദൈവം ഉണ്ട് എന്നുള്ള വലിയ ഉറപ്പാണ് നമുക്ക് ആ സങ്കീർത്തനത്തിൽ കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിൻ എന്ന് സങ്കീർത്തനത്തിന്റെ അവസാന ഭാഗത്ത് പറയുന്നു. നമുക്ക് ദൈവത്തെ, ക്രിസ്തുവിനെ ഓർക്കാം, നമ്മുടെ രക്ഷിതാവിനെ ഓർക്കാനും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന നന്മകളെ കുറിച്ചൊക്കെ ഓർക്കാനും ഒക്കെ ഉള്ള ഒരു സമയമാണ്. നമ്മൾ ദൈവത്തെ ഓർക്കുമ്പോൾ നമ്മൾ ആദ്യം ഓർക്കേണ്ട ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകളാണ്. ഒരുപാട് പ്രയാസങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ടാവും. ഒരുപാട് പ്രതികൂലങ്ങളൊക്കെ നമുക്ക് ദൈവത്തോട് പരാതികളും പരിഭവങ്ങളും ഇല്ലായ്മകളും ഒക്കെ നമുക്ക് പറയാനുണ്ടാകും. എന്നാലും നമ്മുടെ ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ദൈവത്തെ നമ്മൾ ഓർക്കുമ്പോൾ, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകളെ കുറിച്ച് ഓർക്കാൻ, അനുഗ്രഹങ്ങളെ കുറിച്ച് നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബ ജീവിതത്തിന് വേണ്ടി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ജീവിത സാഹചര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുകൂലമായ സാഹചര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനൊക്കെ ഓർത്ത് നമുക്ക് മനഃപൂർവ്വമായിട്ട് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവനെല്ലാം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു എന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളിലേക്ക് ഒന്ന് നോക്കാം, നമ്മളുടെ ഉള്ളിലേക്ക് ഒന്ന് നോക്കാം. ദൈവം നമുക്ക് എത്ര നല്ലവനായിരുന്നു. നമുക്ക് നമ്മുടെ ജീവിതത്തിന്റെ നമ്മൾ കടന്നു വന്ന കഴിഞ്ഞ കാലങ്ങളിലെ വഴികളെ ഒന്ന് തിരിഞ്ഞു നോക്കാം. ദൈവം എത്ര അത്ഭുതകരമായിട്ടാണ് നമ്മളെ നടത്തിയത്. പലപ്പോഴും നമ്മൾ വീണു പോകും, നമ്മൾ തകർന്നു പോകുമെന്നൊക്കെ ചിന്തിച്ച സാഹചര്യങ്ങളിലൊക്കെ ദൈവം നമ്മെ കരം പിടിച്ച് നടത്തി. നമ്മൾ അറിയാതെ ദൈവം നമ്മെ നടത്തി. പലപ്പോഴും നമ്മളാണ് നടന്നത്, നമ്മളാണ് അതിജീവിച്ചത് എന്നൊക്കെ ചിന്തിച്ചപ്പോഴും ദൈവത്തിന്റെ കരം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി നമ്മളിൽ അദൃശ്യമായി ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒന്ന് ഓർക്കാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ, ഞാനാകുന്നത് ദൈവത്തിന്റെ കൃപയാലാകുന്നു. ദൈവത്തിന്റെ കൃപയാണ് നമ്മളെ ഒക്കെ ഇങ്ങനെയൊക്കെ ആക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ പ്രായത്തിൽ, നമ്മുടെയൊക്കെ ഈ ജീവിത സാഹചര്യങ്ങളിലൊക്കെ അഹങ്കരിക്കാനൊന്നുമില്ല, വലിയ വൻപ് പറയാനൊന്നുമില്ല, പ്രശംസിക്കാനൊന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്കൊക്കെ പ്രശംസിക്കാനുണ്ടെങ്കിൽ അത് കർത്താവിന്റെ കുരിശിൽ മാത്രമാണ് നമുക്ക് പ്രശംസിക്കാനുള്ളത്. അതുകൊണ്ട് ഈ പകൽക്കാലം നമുക്ക് മനഃപൂർവ്വമായി നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയ നന്മകൾക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ ആയുസ്, നമ്മുടെ ആരോഗ്യം, നമ്മുടെ കുടുംബം, നമ്മുടെ കുഞ്ഞുങ്ങൾ, നമ്മുടെ ചുറ്റുപാടുകൾ, നമ്മുടെ ഭവനം, നമ്മൾ പാർക്കുന്ന ഈ ദേശം, നമ്മുടെ സഭ, അങ്ങനെ 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 നമുക്ക് എൻലിസ്റ്റ് ചെയ്താൽ, എഴുതി വെച്ചാൽ, പറഞ്ഞാൽ ഒരുപാട് നമുക്ക് പറയാനുണ്ട് ദൈവത്തിന്റെ സന്നിധി. ദൈവത്തിന്റെ എല്ലാ നന്മകൾക്കായിട്ടും അനുഗ്രഹങ്ങൾക്കായിട്ടും നമുക്ക് ദൈവത്തിന്റെ മനഃപൂർവ്വമായിട്ട് സ്തോത്രം ചെയ്യാം. നന്ദിയുള്ളവരായി തീരുമ്പോഴാണ് നമ്മൾ നല്ലവരായി തീരും. അതുകൊണ്ട് വാസ്തവമായിട്ട് ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ, നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി. ഞങ്ങൾക്കൊന്നും വലിയ അവകാശപ്പെടാനൊന്നുമില്ല, പലതും ഞങ്ങളൊന്നും നേടിയെടുത്തതൊന്നുമല്ല, ഞങ്ങള് സമ്പാദിച്ചുണ്ടാക്കി വെച്ചിട്ടുള്ളതൊന്നുമല്ല. ഞങ്ങൾ സമ്പാദിച്ചാലും ഞങ്ങൾ നേടിയാലും ഞങ്ങൾ അധ്വാനിച്ചാലും അതൊക്കെ ഞങ്ങൾക്ക് ഫലമായി നൽകുന്നത് അവിടെ നിന്നാണ്. അധ്വാനിക്കുന്നവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുന്നില്ല. ഒരുപാട് പേര് ഇങ്ങനെ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ ദൈവത്തിന്റെ വലിയ കൃപയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. ആ ഒരു ദൈവകൃപയ്ക്കായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് നമ്മുടെ ചുറ്റുപാടുകളെ എല്ലാം നമുക്ക് ഓർക്കാം. നമ്മളായിരിക്കുന്ന ഇടങ്ങൾ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ ഓർക്കാം. ഈ സമയത്ത് നമ്മുടെ സഭയെ ഓർത്ത് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദീർഘവർഷക്കാലത്തെ, 70-ലധികം വർഷക്കാലത്തെ ഒരു വലിയ ചരിത്രം നമുക്ക് പറയാനുണ്ട്. ചെറിയ തുടക്കത്തിൽ നിന്ന് ദൈവം നമ്മെ എത്രത്തോളം അനുഗ്രഹിച്ചു, നമ്മളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വന്നു. നമ്മുടെ പൂർവികര് കഷ്ടപ്പെട്ടവരുണ്ട് ഒരുപാട് പേര്. പ്രതികൂലങ്ങളുടെ ഒക്കെ മധ്യത്തിൽ ദൈവം നടത്തി. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ടവരൊക്കെ, നമ്മുടെയൊക്കെ വിശ്വാസത്തിന്റെ പൂർവികരൊക്കെ
നമ്മളെയൊക്കെ പരിപാലിച്ചു. ഈ സഭയെ അവര് താങ്ങി നിർത്തി, അവര് നടത്തി. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമുക്ക് സഭയായി ദൈവം നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടും സ്തുതിക്കാം. ഒരു നല്ല ദേവാലയം നൽകി, ചുറ്റുപാടുമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ നൽകി, നമുക്ക് ഒരുപാട് ഇത്രയും സഭാംഗങ്ങളെ, കുടുംബങ്ങളെ ദൈവം നമുക്ക് നൽകി. ഈ നഗരത്തിന്റെ പലയിടങ്ങളിലൊക്കെ ചിതറിപ്പാർക്കുന്നെങ്കിലും കർത്താവ് നമ്മളെ സഭയിലൂടെ കൂട്ടിച്ചേർത്തതിനായിട്ട് നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ഓരോ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം, എല്ലാ കുടുംബങ്ങളെയും നമുക്ക് ഓർക്കാം. പല ജീവിത സാഹചര്യങ്ങളിലൂടെയാണ് നമ്മുടെ കുടുംബങ്ങളൊക്കെ കടന്നു പോകുന്നതെങ്കിലും നമ്മുടെ കുടുംബങ്ങളെ ഒന്നും ദൈവം ദാരിദ്ര്യത്തിലാക്കിയിട്ടില്ല. നമ്മുടെ കുടുംബങ്ങളെ ഒന്നും ദൈവം മറ്റുള്ളവരുടെ മുൻപിൽ യാചിക്കുന്ന അവസ്ഥയിലാക്കിയിട്ടില്ല. എല്ലാവർക്കും ദൈവം അനുഗ്രഹങ്ങൾ നൽകി, സാഹചര്യങ്ങൾ നൽകി, നന്മകൾ നൽകി. ആ വലിയ കൃപയ്ക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എന്തെങ്കിലുമൊക്കെ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉള്ളവരുണ്ടെങ്കിൽ അവരെ നമുക്ക് ഓർക്കാം. തീർച്ചയായിട്ടും കർത്താവ് അവരോട് ഇടപെടണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. സ്വന്തമായിട്ട് ഭവനങ്ങളിൽ പാർക്കുന്നവരുണ്ട്, റെന്റഡ് വീടുകളിൽ താമസിക്കുന്നവരുണ്ട്. ചിലപ്പോൾ അവരിൽ പലരും സ്വന്തമായിട്ടൊരു ഭവനം വേണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ചിന്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് പ്രത്യേകം ഓർക്കാം. തീർച്ചയായിട്ടും നമ്മളെ സ്വന്തമായിട്ടുള്ളൊരു ഭവനം നമുക്കൊക്കെ ആവശ്യമാണ്. അതൊരു വലിയ അഭിമാനമാണല്ലോ. അങ്ങനെയുള്ള ആവശ്യത്തിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ജോലി ഇല്ലാതെ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് ദൈവം നല്ല ഉപജീവന മാർഗങ്ങളൊക്കെ നൽകി അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ജോലിയിൽ നിന്ന് ബ്രേക്ക് എടുത്തിട്ടിരിക്കുന്നവരുണ്ട്, നല്ല ഓഫറുകളൊക്കെ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ വാഹനം സ്വന്തമായിട്ട് വാഹനങ്ങൾ ഉള്ളവരുണ്ട്, വാഹനങ്ങൾ സ്വന്തമായിട്ട് ഇല്ലാത്തവരുണ്ട്. പലരും പല രീതിയിലൊക്കെ കഷ്ടപ്പെട്ട് നമ്മുടെ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് വരുന്നവരുണ്ട്. അവർക്കൊക്കെ ഈ നഗരത്തിൽ സഞ്ചരിക്കാനായിട്ട് നല്ല വാഹനങ്ങളൊക്കെ ആവശ്യമാണല്ലോ. ദൈവം അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവർ, അവർക്കൊക്കെ വേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രായമുള്ള എല്ലാ നമ്മുടെ മാതാപിതാക്കന്മാരെയും നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. എല്ലാവരെയും നമുക്ക് ഓർക്കാം. ഭവനത്തിന്റെ ഉള്ളില് ശാരീരികമായ പ്രയാസങ്ങളില്, രോഗത്തിന്റെ പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രായമുള്ള പലരും ഉണ്ട്. പേരുകൾ പറയുന്നില്ല, എല്ലാവരെയും നമുക്കറിയാം. നമ്മുടെ ആന്റിമാരിൽ പലരും, അങ്കിളുമാരിൽ പലരും ഉണ്ട്. ചിലരെങ്കിലും ഒക്കെ ശരീരത്തിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ അവഗണിച്ച്, രോഗത്തിന്റെ അവസ്ഥയൊക്കെ അവഗണിച്ച് ദേവാലയത്തില് തുടർച്ചയായിട്ട് വരുന്നവരുണ്ട്. വല്ലപ്പോഴുമെങ്കിലും ഒക്കെ ആവേശത്തോടുകൂടെ വരുന്നവരുണ്ട്. അവർ വലിയൊരു ആവേശമാണ് നമുക്ക് അവരെ കാണുന്നത്. അവരെയൊക്കെ നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. രോഗാവസ്ഥയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ശാരീരികമായ ക്ഷീണം, വാർദ്ധക്യത്തിന്റെ ക്ഷീണം, ബുദ്ധിമുട്ടുകളുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് അവരെയൊക്കെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ, സഹായിക്കണമേ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ഒരു പ്രാർത്ഥനയാണ് അവരുടെ ഒരു വലിയ ബലം. അതുകൊണ്ട് പ്രത്യേകിച്ച് മറ്റുള്ളവരുടെ ശുശ്രൂഷയിലൊക്കെ ആശ്രയിക്കുന്നവരുണ്ട്. മക്കളോ അല്ലെങ്കിൽ മക്കള് ഏർപ്പെടുത്തിയിട്ടുള്ള സെർവൻസോ മെയ്ഡ്സോ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ സഹായിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരൊക്കെ സ്നേഹത്തോടെ, കരുതലോടുകൂടെ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ കരുതാനായിട്ട് സഹായിക്കുന്ന മക്കള് ശുശ്രൂഷിക്കുന്ന പലരും ഉണ്ട്. മക്കള് അവരെയൊക്കെ നമുക്ക് ഓർക്കാം. പരിഭവങ്ങളൊന്നും കൂടാതെ മാതാപിതാക്കളുടെ വാർദ്ധക്യത്തിന്റെ ക്ഷീണവും ബലഹീനതയും ഒക്കെ മനസ്സിലാക്കി അവരല്പസ്വല്പം പ്രയാസങ്ങളൊക്കെ പറഞ്ഞാലും, ബുദ്ധിമുട്ടുകൾ പറഞ്ഞാലും ക്ഷമയോടെ അവരെ ശുശ്രൂഷിപ്പാനായിട്ട് നമ്മുടെ പ്രിയപ്പെട്ടവർക്കൊക്കെ കർത്താവ് സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യത്വമാണല്ലോ വലുത്. അതുകൊണ്ട് അവരെല്ലാം നമുക്ക് ഓർക്കാം. കർത്താവ് അവർക്ക് വേണ്ട ബലവും കൃപയും കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ക്യാൻസർ പ്രയാസത്താൽ അതിന്റെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുന്നവരുണ്ട്. ക്യാൻസറിന്റെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന പല സ്റ്റേജുകളിലായിരിക്കുന്നവരുണ്ട്. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. കർത്താവ് അവരോടൊക്കെ മനസ്സലിവ് തോന്നണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെയൊക്കെ നമ്മൾ ഓർക്കണം. നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് നിരന്തരം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് രോഗവും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോഴാണല്ലോ സഭയും നമ്മുടെ ചുറ്റുപാടുകളും ഒക്കെ നമുക്ക് ആവശ്യം. പ്രാർത്ഥന ഒരു വലിയ ആയുധമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന പ്രയാസങ്ങളെയൊക്കെ അതിജീവിപ്പാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ വലിയ ആയുധമാണ്. നമ്മളുടെ ഊർജം ചോർന്നു പോകാതെ, ശക്തി ചോർന്നു പോകാതെ ദൈവസന്നിധിയിൽ നിൽക്കാനും ഈ ലോകത്തിലായിരിക്കാനും ഒക്കെ ദൈവം നമുക്ക് നൽകുന്ന ഒരു വലിയ ആയുധമാണ്. അതുകൊണ്ട് നമുക്ക് അവർക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ക്യാൻസർ സർവൈവേഴ്സ് പലരും ഉണ്ട്. പല രോഗത്തിന്റെ അവസ്ഥയും ചികിത്സയുടെ പ്രയാസങ്ങളും ഒക്കെ തരണം ചെയ്ത് ദൈവം സൗഖ്യം കൊടുത്ത് ബലപ്പെടുത്തി നമ്മുടെ മധ്യത്തിൽ സാക്ഷ്യത്തോടെ ആയിരിക്കുന്ന പലരും ഉണ്ട്. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ മറ്റു പലവിധമായ രോഗാവസ്ഥയിൽ, ഭാരത്തിൽ, പ്രയാസങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് നമ്മുടെ
PM ജോണിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആക്സിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഹീലിംഗ് വളരെ സ്ലോ ആണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട മകന്റെ പരിപൂർണമായിട്ടുള്ള വിടുതലിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പലവിധമായ സർജറി കഴിഞ്ഞ് അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ കഴിഞ്ഞ് ഹോം ബോണ്ട് ആയിട്ട് ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെല്ലാം നമുക്ക് ഒരു നിമിഷം ഓർക്കാം. അവരുടെയൊക്കെ സൗഖ്യത്തിന് വേണ്ടി, വിടുതലിന് വേണ്ടി, ആശ്വാസത്തിന് വേണ്ടി നമുക്ക് മനഃപൂർവ്വമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾ, പ്രത്യേകിച്ച് നമ്മുടെ യങ് ഫാമിലീസ് ഒരുപാടുണ്ട്. അവരാണ് നമ്മുടെ വലിയ ശക്തി. ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നിറഞ്ഞ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കുടുംബജീവിതം മുൻപോട്ട് നയിച്ചുകൊണ്ട് പോകണമെങ്കിൽ വലിയ 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 സമർപ്പണം ആവശ്യമാണ്. പരസ്പരം സ്നേഹത്തിലും കൂട്ടായ്മയിലും ഒക്കെ സമർപ്പിച്ച് വേണം നമുക്ക് ജീവിക്കാൻ. നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം നമുക്ക് ഓർക്കാം. കുടുംബജീവിതത്തിൽ പ്രയാസങ്ങളൊക്കെ അനുഭവിച്ചവരുണ്ട്, സെപ്പറേറ്റഡ് ആയിട്ടുള്ളവരുണ്ട്. ഈ ലോകത്തില്, നമ്മുടെ ജീവിതത്തിൽ ലോകം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുക എന്താണെന്ന് നമുക്ക് അറിയത്തില്ല. ഒന്നും അവസാനമല്ല. ജീവിതത്തിൽ ഒന്നും അവസാനമല്ല. എല്ലാത്തിന്റെയും പിന്നെ ദൈവത്തിന്റെ ഒരു വലിയ ഹിതമുണ്ട്. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങള്, കുടുംബത്തിലായിരിക്കുന്നവരൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായാലും പരസ്പരം സ്നേഹിച്ചും ക്ഷമിച്ചും സന്തോഷത്തോടുകൂടി അവരെയൊക്കെ മുൻപോട്ട് നയിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ സെപ്പറേറ്റഡ് ആയിട്ടുള്ളവർ ഉണ്ട്. അവരെയൊക്കെ നമുക്ക് അവരുടെയൊക്കെ അവസ്ഥകൾ അറിഞ്ഞ് നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിക്കാം. അവരെ ഒന്നും ശിക്ഷ വിധിക്കാനും കുറ്റം പറയാനും ഒന്നും നമ്മൾ ആരുമല്ല. നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാം. ആരുടെയും ജീവിതത്തിൽ എന്ത് അപകടവും സംഭവിക്കാം. നമ്മൾ ആരും ചിന്തിച്ചിട്ടോ ചെയ്തിട്ടോ ഒന്നും ആയിരിക്കില്ല. അതുകൊണ്ട് എന്നാൽ നമ്മുടെ ഒക്കെ ജീവിതം മുൻപോട്ട് സന്തോഷത്തോടെ പോകണം. അതാണ് ദൈവത്തിന് വലിയ ആഗ്രഹം. അതുകൊണ്ട് അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം ആ മക്കളോടൊക്കെ ഇടപെടേണ്ടതിനായിട്ട് തകർന്നു പോകാതെ, തളർന്നു പോകാതെ, ഉള്ളുവലിഞ്ഞു പോകാതെ, ധൈര്യത്തോടെ ജീവിതത്തിലെ ഏത് പ്രതികൂലത്തെയും പ്രാർത്ഥനയോടെ, വിശ്വാസത്തോടെ, ദൈവം കൂടുതൽ അനുഗ്രഹങ്ങൾ എനിക്ക് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ള വലിയ വിശ്വാസത്തോടുകൂടെ മുൻപോട്ട് ജീവിപ്പാൻ കർത്താവ് അവരെ ബലപ്പെടുത്തേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കളോടും സഹോദരങ്ങളോടും സഭയായി അവർക്കൊക്കെ എല്ലാ മോറൽ സപ്പോർട്ടും ഒക്കെ കൊടുത്ത് അവരുടെ ജീവിതത്തിന് മുൻപോട്ടുള്ള പ്രയാണത്തിൽ നമുക്കായിരിക്കാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ കുഞ്ഞുങ്ങളുടെ ജോലി സ്ഥലങ്ങളുണ്ട്. ഹൈദരാബാദില്, ഇന്ത്യയുടെ പല സ്ഥലങ്ങളില്, അതുപോലെ വിദേശത്തൊക്കെ ആയിരിക്കുന്ന നമ്മുടെ മക്കളുണ്ട്. അവരെല്ലാം നമുക്ക് ഓർക്കാം. അവരുടെ ജോലി, അവരുടെ ജീവിതം എല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അവരെവിടെ ആയിരുന്നാലും കർത്താവിനെ അറിഞ്ഞ് ദൈവത്തോടു കൂടെ ആയിരിക്കാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. വിവാഹ പ്രായമെത്തിയ ഒരുപാട് കുഞ്ഞുങ്ങളുണ്ട് നമ്മുടെ സഭയിൽ. പ്രായം കഴിഞ്ഞവരുമുണ്ട്. നമ്മളല്ല പ്രായം തീരുമാനിക്കുന്നത്, എങ്കിലും നമ്മളൊക്കെ ചിന്തിക്കുന്ന പ്രായം കഴിഞ്ഞ് അതിനെക്കുറിച്ച് ആശങ്കപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ജീവിത പങ്കാളികൾ, മക്കൾക്ക് നല്ല ജീവിത പങ്കാളികൾ വേണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് നമ്മുടെ മധ്യത്തിൽ. അവരെയൊക്കെ നമുക്ക് ഓർക്കാം. അവർക്ക് തക്കതായ തുണകളെ കർത്താവ് ഒരുക്കി കൊടുക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം തീർച്ചയായിട്ടും നമ്മളൊക്കെ അന്വേഷിക്കുന്നു, കണ്ടെത്തുന്നു. എന്നാലും ദൈവത്തിന് ഒരു വലിയ ഹിതം ആവശ്യമാണ്. ഇതൊക്കെ ദൈവത്തിന്റെ സമയത്താണ് നടക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, വിവാഹപ്രായമെത്തിയ കുഞ്ഞുങ്ങൾക്ക് നല്ല ജീവിത പങ്കാളികളെ ലഭിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കാം. പഠിത്തം കഴിഞ്ഞൊക്കെ ജോലിക്ക് വേണ്ടി പരിശ്രമിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് നല്ല ജോലികളൊക്കെ അവർക്ക് നൽകണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഓർക്കാം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ നല്ല നല്ല ഇടങ്ങളിൽ നല്ല വിദ്യാഭ്യാസം ചെയ്യുന്നവരുണ്ട്. അവരെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് വിദേശങ്ങളിലൊക്കെ പഠിക്കാൻ പോയിട്ടുള്ളവരുണ്ട്, പഠിക്കാൻ പോകാനായിട്ട് ഒരുങ്ങുന്നവരുണ്ട്, വിദേശങ്ങളിൽ പഠിക്കാൻ പോകാനായിട്ടുള്ള അഡ്മിഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്കൊരു നിമിഷം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാൻ. കർത്താവ് അവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ നൽകണം. പഠിക്കുന്ന കുഞ്ഞുങ്ങളെ പ്രത്യേകം ഓർക്കാം. കുഞ്ഞുങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് ശ്രദ്ധയൊന്നും മാറിപ്പോകാതെ, ഇവിടെ ഒരുപാട് ടെക്നോളജികളും മൊബൈലും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അതിന് നാം അറിയാതെ തന്നെ കീഴ്പ്പെട്ടു പോകുന്നുണ്ട്, അടിമകളായി പോകും. നമ്മുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാതെ അവരൊക്കെ നന്നായിട്ടൊക്കെ പഠിച്ച് ദൈവത്തെ അറിഞ്ഞ് സഭയോടുകൂടെ വളർന്നു വരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ സഭയുടെ ശുശ്രൂഷകളിലൊക്കെ പങ്കെടുക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശേഷിച്ച് നമ്മുടെ യുവജനങ്ങളെ കുഞ്ഞുങ്ങളുടെ സൺഡേ സ്കൂളിൽ, യുവജന പ്രസ്ഥാനത്തിലൊക്കെ അതിന്റെ ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കാനായിട്ട് അവർക്ക് വേണ്ട മനസ്സ് കൊടുക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെയൊക്കെ കഴിവുകൾ, ദൈവം നൽകിയിരിക്കുന്ന കഴിവുകളൊക്കെ അതിലൂടെയാണല്ലോ അവർ വളർത്തേണ്ടത്. അതുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ സംഘടനകളുടെയും പ്രവർത്തനങ്ങളെയും ഒക്കെ നമുക്ക് ഓർക്കാം. പ്രത്യേകിച്ച് അതുപോലെ തന്നെ ഗായക സംഘത്തിലും അതുപോലെയുള്ള എല്ലാ സംഘടനകളിലും ഒക്കെ നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം നൽകിയിരിക്കുന്ന താലന്തുകളൊക്കെ ഉപയോഗിക്കാനായിട്ട്, ദൈവനാമഹത്വത്തിനായിട്ട് വിനിയോഗിക്കാനായിട്ട് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളെയും നമുക്ക് ഓർക്കാം. പല സ്ഥലങ്ങളിലും വിദേശത്തും സ്വദേശത്തും ഒക്കെ ആയിരിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ നാട്ടിലായിരിക്കുന്നവരുണ്ട്, മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. വിവാഹം കഴിഞ്ഞിട്ട് തലമുറകൾ ലഭിക്കാതെ സങ്കടപ്പെടുന്നവരുണ്ട്. ദൈവമാണ് ഇതെല്ലാം നൽകുന്നത്. നമ്മളുടെ കുറവുകളോ നമ്മളുടെ പ്രയാസങ്ങളോ ഒന്നും അല്ല. ദൈവത്തിന്റെ സമയത്ത് വർഷങ്ങൾ കഴിഞ്ഞു, 18, 20, 25 വർഷം കഴിഞ്ഞും ദൈവം തലമുറകളും നൽകിയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ മിസ്റ്ററിയാണ്, ഒരു വലിയ മിറക്കിളാണ്. വൈദ്യശാസ്ത്രമൊക്കെ നമ്മളെ സഹായിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞാലും, എന്തെല്ലാം ഉണ്ടെന്ന് പറഞ്ഞാലും, ദൈവമാണ് സത്യത്തിൽ ഇതെല്ലാം നൽകുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. അതിനുവേണ്ടി പ്രയാസപ്പെടുന്നുണ്ട്, പ്രയാസപ്പെടാനൊന്നുമില്ല, ദൈവത്തോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടുകൂടെ സങ്കടപ്പെട്ട് വിഷമിച്ചിരിക്കുകയൊന്നുമല്ല. ദൈവത്തിന്റെ സമയത്ത് നമ്മൾ വിശ്വാസത്തോടുകൂടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ദൈവം നമുക്ക് തലമുറകളെ നൽകും. ആ കുടുംബങ്ങളെ നമുക്ക് പ്രത്യേകം ഓർക്കാം. വിവാഹം കഴിഞ്ഞ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ദൈവം ഉദരഫലം നൽകിയവരൊക്കെ ഉണ്ട്. ഗർഭഫലത്തെ ഒക്കെ കർത്താവ് അനുഗ്രഹിച്ച് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങളെ ഒക്കെ നൽകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിഞ്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരുണ്ട്. പ്രത്യേകിച്ച് ആ കുഞ്ഞുങ്ങളെ ഒക്കെ നല്ല രീതിയിൽ പുലർത്തുവാൻ, പരിപാലിക്കുവാൻ കർത്താവ് സഹായം. മാതാപിതാക്കൾ വലിയ ചലഞ്ചിലാണ്. നമ്മൾ എങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തും? അവരുടെ ഒരുപക്ഷെ നമ്മളെക്കാളൊക്കെ സ്വാധീനം മറ്റു പലതിനും ഉണ്ട്. അതിലൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ പെട്ടുപോകാതെ നല്ല കുഞ്ഞുങ്ങളായിട്ട് അവർ മുതിർന്നു വരണം. അതിന് വലിയ ത്യാഗം ആവശ്യമാണ്, വലിയ ശ്രദ്ധ ആവശ്യമാണ്. അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. മാതാപിതാക്കളെ, കൊച്ചു കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന മാതാപിതാക്കളെ ഒക്കെ നമുക്ക് ഓർക്കാം. നന്നായിട്ട് അവരെ പുലർത്താൻ, അവരെ പരിപാലിപ്പാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. അവരെല്ലാം നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കൂട്ടങ്ങളെയും, കൂട്ടായ്മകളെയും, പ്രാർത്ഥനകളെയും, സംഘടനകളെയും, ശുശ്രൂഷകളെയും എല്ലാം നമുക്ക് ഓർക്കാം. ഇത് ദൈവത്തിന്റെ വലിയ ശുശ്രൂഷ. ഇതിൽ ആർക്കും മഹത്വം കൊടുക്കാനും പേരെടുക്കാനും ഒന്നുമില്ല. ദൈവം നമുക്ക് അവസരങ്ങൾ തരുന്നു. ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമ്മൾ പ്രവർത്തിക്കുന്നു. വിമൻസ് ഫെലോഷിപ്പ്, ഗായക സംഘം, സൺഡേ സ്കൂൾ, യൂത്ത് ലീഗ്, ചർച്ച് കമ്മിറ്റി, അങ്ങനെയുള്ള എല്ലാ സംഘടനകളെയും നമുക്ക് ഓർക്കാം. എല്ലാം ദൈവരാജ്യത്തിന്റെ വർധനവിന് വേണ്ടി പ്രവർത്തിക്കാൻ വിളിക്കപ്പെട്ടവരാ. അതുകൊണ്ട് അവരെല്ലാം വളരെ താല്പര്യത്തോടെ, ഏകമനസ്സോടെ, സ്വാർത്ഥ താല്പര്യങ്ങൾക്കോ വ്യക്തിപരമായ ശ്രേഷ്ഠതയ്ക്കോ പേരിനോ പ്രശംസയ്ക്കോ ഒന്നുമില്ല. നമ്മളെല്ലാം ദൈവസന്നിധിയിൽ താഴ്ത്തി നമ്മളുടെ ശുശ്രൂഷകളൊക്കെ ഭംഗിയായി നിർവഹിപ്പാൻ കർത്താവ് സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ സഭയില് സ്ഥിരമായിട്ട് വരാതിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. പല കാരണങ്ങളുണ്ട്, പല ചരിത്രങ്ങളുണ്ട്. എല്ലാം ഒന്ന് നമുക്ക് തിരുത്താനും എല്ലാവരുടെയും ബോധ്യങ്ങളെ ഒന്ന് ശരിപ്പെടുത്താനും ഒന്ന് നമുക്ക് മാനുഷികം. നമ്മളൊക്കെ മനുഷ്യരാണ്, നമുക്കൊക്കെ പരിമിതിയുണ്ട്, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്കും പരിമിതിയുണ്ട്. എന്നാൽ സഭ ദൈവത്തിൻ്റെതാണ്. ആരാധിക്കണം, ദൈവത്തിന് സ്തോത്രം അർപ്പിക്കണം, ദൈവത്തോട് ചേർന്ന ഒരു സമൂഹത്തിന്റെ ഭാഗമായി, ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി നമ്മൾ സാക്ഷ്യത്തോടെ ജീവിക്കണം. അതൊക്കെ നമ്മളുടെ വിശ്വാസത്തിന്റെ മൗലികതയാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അങ്ങനെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പള്ളിയും ഒരു ദേവാലയവും ഈ ലോകത്തില്ല. എല്ലാത്തിനും മനുഷ്യരാണല്ലോ അവിടെ എല്ലാം ഉള്ളത്. എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ബലഹീനതയൊക്കെ ഉണ്ട്. ബലഹീനതയിൽ ഇങ്ങനെ നോക്കിയിരിക്കാതെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഒരുപാട് ബലങ്ങളുണ്ട്. ഒരുപാട് പേര് നമ്മുടെ പള്ളിയിൽ വരാതിരിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പല കാരണങ്ങളുണ്ടാവാം. പക്ഷെ അവരോടൊക്കെ ദൈവം ഇടപെടേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന അത് നമ്മുടെ ഒരു വലിയ അവകാശമാണ്. ദൈവത്തിന് പബ്ലിക്കായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാനുള്ള ഒരു അവസരമാണ്. അതുകൊണ്ട് സഭ അതിനുള്ളതാണ്. ബാക്കിയുള്ളതെല്ലാം അഡണ്ടങ്ങളാണ്, ചേർച്ചകളാണ്, അതിന്റെ ബാക്കിയുള്ളതാണ്. അതിലൊന്നും ശ്രദ്ധിക്കാതെ ദൈവത്തെ ആരാധിക്കുന്ന, ഒരുമിച്ച് ചേരുന്ന, ദൈവനാമത്തെ സ്തുതിക്കുന്ന ഒരു നല്ല സമൂഹമായി തീരാനായിട്ട് നമുക്ക് അങ്ങനെ വരാതിരിക്കുന്ന, പല കാരണങ്ങളാൽ വരാതിരിക്കുന്നവരുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് ഓർക്കാം. നമ്മുടെ സഭ ഒന്നുകൂടെ ഒന്ന് ശക്തിപ്പെടാൻ, ഒന്നുകൂടെ ഒന്ന് ബലപ്പെടാൻ. നമ്മൾ ദുർബലമാകുമ്പോൾ സത്യത്തിൽ ഒരുപാട് പേർക്ക് ലഭിക്കാവുന്ന നന്മകൾ നഷ്ടമാകുന്നുണ്ട്. ദൈവത്തിന് ലഭിക്കാവുന്ന മഹത്വം നഷ്ടമാകും. അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ദൈവം അവരോടൊക്കെ ഇടപെട്ട് അവരൊക്കെ കടന്നു വന്ന് സഭ ശക്തിപ്പെട്ട് ബലപ്പെട്ട് മുൻപോട്ട് പോകേണ്ടതിനായിട്ട് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. അങ്ങനെ നമ്മുടെ സഭയുടെ എല്ലാ ചുറ്റുപാടുകളെയും എല്ലാം നമുക്ക് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ ഓർക്കാം. എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് പരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു പുതിയ ഭരണകൂടമൊക്കെ വന്നു കേന്ദ്രത്തില്. കുറച്ചുകൂടി ഗൗരവത്തോടുകൂടെ നമ്മുടെ രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെയൊക്കെ മനസ്സിലാക്കുന്ന ഒരു നല്ല നീതിയുക്തമായ ഒരു ഭരണകൂടമൊക്കെ ഉണ്ടാകേണ്ടതിനായിട്ട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നമ്മുടെ ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങളെയൊക്കെ നമുക്ക് ഓർക്കാം. കേരളത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളാൽ ഒക്കെ ഭവനം നഷ്ടപ്പെട്ടവര്, പ്രതികൂലങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. അവരെല്ലാം നമുക്ക് പ്രത്യേകമായിട്ട് ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ ആവശ്യങ്ങളെയും, രാജ്യത്തിന്റെ, ദേശത്തിന്റെ ചുറ്റുപാടുകളുടെ ആവശ്യങ്ങളെ ഓർക്കാം.
നമ്മുടെ പലരും പല ശാരീരികമായ ബുദ്ധിമുട്ടുകളാൽ ഒക്കെ പ്രയാസപ്പെടുന്നുണ്ട്, പ്രാർത്ഥന ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരെ നമുക്ക് പ്രത്യേകമായിട്ട് ഓർക്കാം ഈ സമയം. അതുപോലെ തന്നെ നമ്മുടെ ദക്ഷിണേന്ത്യ സഭയ്ക്ക് വേണ്ടി, CSI സഭയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭ മുൻപൊന്നുമില്ലാത്ത വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് പലയിടങ്ങളിൽ. അതുകൊണ്ട് ആ സഭയോട് ദൈവ മനസ്സിലിവ് തോന്നേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. സഭ ദൈവത്തിന്റെ സഭയാണ്. ദൈവത്തിന്റെ വചനപ്രകാരം ആത്മീയമായ ബോധ്യത്തോടെ നീതിബോധത്തോടുകൂടെ സഭയെ നയിപ്പാൻ വിളിക്കപ്പെട്ടവർ ആ രീതിയിൽ ചെയ്യേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ആരുടെയും വ്യക്തിപരമായ വീഴ്ചകൾ കൊണ്ട് സഭ അപകടപ്പെട്ടു പോകാതെ സഭയെ മുൻപോട്ട് നയിപ്പാൻ കർത്താവ് സഹായിക്കണമേ. സഭയിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മളെ തന്നെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നമുക്ക് ഏൽപ്പിക്കാം. നമ്മൾ പല ആവശ്യങ്ങളും വിട്ടുപോയിട്ടുണ്ടാവാം, അവയെല്ലാം നമുക്ക് ഓർക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യം, നമ്മളെ അലട്ടുന്ന കാലങ്ങളായി നമ്മളെ അലട്ടുന്ന അസ്വസ്ഥതപ്പെടുത്തുന്ന ആവശ്യങ്ങൾ, നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ, നമ്മൾ അറിയുന്നവരുടെ ജീവിതത്തിലെ പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ എല്ലാം നമുക്ക് പ്രാർത്ഥനയോടുകൂടി, വിശ്വാസത്തോടുകൂടി, സ്തോത്രത്തോടുകൂടി നമുക്ക് ദൈവസന്നിധിയിൽ ഒരു നിമിഷം സമർപ്പിക്കാം. ദൈവം നമ്മെ അത്ഭുതകരമായിട്ട് നടത്തും. ദൈവം തന്റെ വഴിയിൽ നമ്മളെ പുലർത്തും, മുൻപോട്ട് നയിക്കും. ആ ഒരു വിശ്വാസമാണ് ഈ നാളുകളിൽ നമുക്ക് ആവശ്യം. അതുകൊണ്ട് എല്ലാ വിഷയങ്ങളെയും നമുക്ക് ദൈവസന്നിധിയിൽ വിശ്വാസത്തോടുകൂടെ, ആത്മഭാരത്തോടുകൂടെ സമർപ്പിക്കാം. ദൈവം നമ്മെ പുലർത്തും. ഈ വിഷയങ്ങളെല്ലാം നമുക്ക് സമർപ്പിച്ച് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. അതിനുശേഷം ആദ്യം ഷീജയും തുടർന്ന് നീതുവും നമ്മളെ പ്രാർത്ഥനയിൽ നയിക്കും. അച്ഛാ കേൾക്കാമോ അച്ഛാ? കേൾക്കാം. യെസ് അച്ഛാ കേൾക്കാമോ? യെസ് കേൾക്കാം. പരിശുദ്ധനായ ഓക്കെ. പരിശുദ്ധനായ സ്വർഗസ്ഥ പിതാവേ, ഒരു നല്ല സമയം ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവേ. എൻ്റെ കർത്താവേ, ഒരു പകൽ സമയം എൻ്റെ കർത്താവേ അപ്പച്ചൻ്റെ തിരുസന്നിധിയിൽ വരുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം ചെയ്യുന്ന എൻ്റെ കർത്താവേ. പലരും പല വിധത്തിലും പല സ്ഥലത്തൊക്കെയാണല്ലോ എൻ്റെ കർത്താവേ. എന്നാലും എൻ്റെ കർത്താവ് എൻ്റെ ദേവസന്നിധിയിൽ വരുവാനും ഞങ്ങളുടെ ആവശ്യങ്ങൾ പറയുവാനും എൻ്റെ കർത്താവ് ഞങ്ങൾക്ക് തന്ന അനുഗ്രഹങ്ങൾ താങ്ക്സ് പറയാനും എൻ്റെ കർത്താവേ ഈ ഒരു സമയം ഞങ്ങൾക്ക് തന്നേനായി സ്തോത്രം ചൊപ്പച്ച. അപ്പച്ച ഞങ്ങൾ മനുഷ്യന്മാരാണല്ലോ അപ്പ, പല ഈഗോ ക്ലാഷസ് ഒക്കെ ഉണ്ടപ്പ, കുശുമ്പുണ്ടപ്പ. അതൊക്കെ എൻ്റെ കർത്താവെ ഞങ്ങളെ ക്ഷമിക്കണമേ. ഞങ്ങൾ ചെയ്ത് അറിഞ്ഞോ അറിയാതെ പലരെ ഞങ്ങൾ വേദനിപ്പിച്ചിട്ടുണ്ടപ്പച്ച. അതിനൊക്കെ ഞങ്ങളെ ക്ഷമിച്ച എൻ്റെ കർത്താവെ. ഞങ്ങൾ ഈ ഒരു പ്രാർത്ഥന എൻ്റെ കർത്താവെ അപ്പച്ചൻ കേൾക്കണമേ എൻ്റെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവ്. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ കർത്താവെ അപ്പച്ചൻ്റെ സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് എൻ്റെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന ഒന്ന് കേൾക്കണമേ എൻ്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എൻ്റെ കർത്താവെ. ദൈവമേ, ഞങ്ങളുടെ കോൺഗ്രിഗേഷനുള്ള എല്ലാ മെമ്പേഴ്സിനെ പ്രാർത്ഥിക്കും ദൈവമേ. പ്രത്യേകമായി എൻ്റെ കർത്താവെ വാർദ്ധക്യമായിരിക്കുന്ന ആന്റിമാർക്കും അങ്കിൾമാർക്കും വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ. പല വിധത്തിലും പല അസ്വസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പച്ച. പല സന്തോഷം പല നിരാശങ്ങളൊക്കെ ഉണ്ട് അപ്പച്ച അവർക്കൊക്കെ. എന്നാലും എൻ്റെ കർത്താവെ ആരോടും പറയാതെ വിഷമിക്കുന്ന എത്രയോ പേരുണ്ട് അപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. ഒറ്റയ്ക്ക് താമസിക്കുന്ന എത്രയോ ആന്റി അപ്പച്ചന്മാരുണ്ട് അപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവമേ. അവരാണല്ലോ എൻ്റെ കർത്താവൻ ഞങ്ങളുടെ പള്ളിയുടെ ഐശ്വര്യം എൻ്റെ കർത്താവെ. ദൈവമേ അവൻ അനുഗ്രഹിക്കണമേ. അവിടെ വിഷമങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, സന്തോഷത്തിലൊക്കെ എൻ്റെ കർത്താവെ അപ്പച്ചന്മാരോട് ചേർത്ത് പിടിക്കണമേ എൻ്റെ സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവെ. അതുപോലെ എൻ്റെ കർത്താവെ ഞങ്ങളുടെ കോൺഗ്രസിൽ അനേകരുണ്ടപ്പ. പല വിഷയത്തിൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടപ്പ. പല വിധത്തിലും എൻ്റെ കർത്താവെ ഫൈനാൻഷ്യൽ ആയിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്ന് അറിയാതെ ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ടപ്പ. ആരോടും പറയാതെ എൻ്റെ കർത്താവെ അപ്പച്ചന്റെ സന്നിധിയിൽ വന്ന് കരയുന്ന എത്ര ആൾക്കാരുണ്ടപ്പച്ച. അവിടെ പ്രാർത്ഥന ഒന്ന് കേൾക്കണമേ അപ്പ. അപ്പച്ചന്റെ സ്വർഗത്തിന്റെ കർത്താവെ മാലകമാർ ഇറങ്ങി എൻ്റെ കർത്താവെ അവർ പ്രവർത്തിക്കണമേ എൻ്റെ കർത്താവെ. ദൈവമേ എത്രയോ പേര് എൻ്റെ കർത്താവെ ശാരീരികമായ അസ്വസ്ഥയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടപ്പ. വേദനയാൽ ഭാരപ്പെടുന്ന ആൾക്കാരുണ്ടപ്പ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. ദൈവമേ അവർക്കൊരു വേദനയ്ക്ക് ഒരു ആശ്വാസം അവർക്ക് കൊടുക്കണമേ എൻ്റെ കർത്താവെ. പലർക്ക് പല വേദനയിലും ഭാരപ്പെടുന്ന എത്രയോ പേരുണ്ടപ്പച്ച. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവെ. ദൈവത്തിന്റെ അത്ഭുത കരങ്ങൾ എൻ്റെ കർത്താവെ അവിടെ കൂടി ഇരിക്കണമേ എൻ്റെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു എൻ്റെ കർത്താവെ. ഞങ്ങളുടെ യങ് കപ്പിൾസിനായി പ്രാർത്ഥിക്കുന്നു എൻ്റെ അപ്പച്ച. അവനെ അനുഗ്രഹിക്കണമേ ദൈവമേ. അവർ ചെയ്യുന്ന ആ വേലയ്ക്കായി സ്തോത്രം. എന്നാലും അപ്പച്ച അവർ പുതിയ തുടക്കമാണല്ലോ എൻ്റെ കർത്താവെ. അവരുടെ ജീവിതത്തിൽ പല വിഷമങ്ങള്, പല സ്ട്രെസ് ഒക്കെ ഉണ്ടപ്പ. അതിനെ നയിക്കുവാൻ പല നെഗറ്റീവ്
നെഗറ്റീവ്സ് അവരുടെ കൂടെ ഉണ്ട് അപ്പച്ച. ആ നെഗറ്റീവ്സിനെ അവർ സന്തോഷമാക്കുവാൻ, അത് സ്വീകരിക്കുവാൻ, അത് ആക്സെപ്റ്റ് ചെയ്ത് എന്റെ കർത്താവ് അവിടെ കുടുംബജീവിതം ഭംഗിയായിട്ട് കൊണ്ടുപോകുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവെ. അപ്പച്ചൻ കൊടുത്ത ജീവിതമാണ് കർത്താവെ, ആ ജീവിതം നല്ല പോലെ മോൾഡ് ചെയ്ത് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. അവിടെ കുഞ്ഞുങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവം അവനെ അനുഗ്രഹിക്കണമേ. അവിടെ കുഞ്ഞുങ്ങളെ കർത്താവെ നല്ല മാതൃകമായ മക്കളായിട്ട് വളർത്തുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. പല സ്ട്രെസ്സിലും അവരുടെ ജീവിതത്തിൽ, പല ഓഫീസിലും പല സ്ട്രെസ് ഒക്കെ ഉണ്ട് അപ്പച്ച. അതിനൊക്കെ നയിക്കുവാൻ, അത് നേരിടുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. അതുപോലെ ഞങ്ങളുടെ സൺഡേ സ്കൂൾ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവെ. ദൈവമേ, അവരുടെ പോക്കുവരവില് അവരുടെ സ്കൂളിലൊക്കെ എന്റെ കർത്താവെ ദൈവത്തിന് അനുഗ്രഹം കൂടി ഇരിക്കണമേ. അപ്പച്ചന്റെ രക്തക്കോട്ടയിൽ അവനെ പൊതിയണമേ എന്റെ ഒരനർത്ഥങ്ങളൊന്നും വരാതെ നോക്കിക്കോണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. അവർ ചെയ്യുന്ന അവർക്ക് തെറ്റു ശരി മനസ്സിലാക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. ഈ ലോകത്തിൽ വീണു പോകാതെ എന്റെ കർത്താവെ, എന്റെ അപ്പച്ച പഠിപ്പിച്ച വചനങ്ങള്, പഠിച്ച സ്റ്റോറീസ് ഒക്കെ എന്റെ കർത്താവെ അവർ മാർവോട് ചേർത്ത് പിടിക്കുവാണ്, അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനപ്പെടുത്തുവാനും ഉള്ള കൃപ അവർക്ക് കൊടുക്കണമേ. പല നിന്ദകൾ പരിഹാസങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ പിടിച്ചു നിൽക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. അവർക്ക് മുമ്പോട്ട് പോകുവാനുള്ള വെളിച്ചം അവനെ കാണിക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. അതുപോലെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ, അവരുടെ ബലപ്പെടുത്തണമേ. അവർക്ക് കൊടുത്ത ജോലിയിൽ എന്റെ കർത്താവെ നീതിയോടെ നിൽക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ. എങ്ങനെ പഠിപ്പിക്കാനുള്ള ഒക്കെ എന്റെ കർത്താവെ അപ്പച്ചന്റെ ബുദ്ധി ജ്ഞാനം ഞങ്ങൾക്കൊക്കെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് കൊടുക്കണമേ എന്റെ സ്തോത്രം. അവരുടെ ഫാമിലീസിനായി പ്രാർത്ഥിക്കുന്നു എന്റെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ യൂത്തിലുള്ള എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, എന്റെ കർത്താവെ സന്തോഷത്തോടെ ആലയത്തിന് വരുവാനും പ്രാർത്ഥിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. പല വിധത്തിൽ പല ജോലിയിലൊക്കെ വിട്ടു പോകുമ്പോൾ ആലയത്തിന് വരുവാനുള്ള സന്തോഷം കാണാതെ പോകുന്നു അപ്പച്ച. ദൈവമേ, പിന്നെ തിരിച്ചു കൊണ്ടുവരുവാനും അവർക്ക് ഒരു വലിയ സന്തോഷം കൊടുക്കുവാനും അവിടെ എന്തിനു കൊണ്ടുവന്നുള്ളത്, എന്റെ ദൈവം എന്തിനു പറഞ്ഞു വിട്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി എന്റെ കർത്താവെ ആലയത്തിൽ വരുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. എന്റെ കർത്താവ് ഞങ്ങളുടെ യൂത്തിലുള്ള എല്ലാ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. പല വിധത്തിലും എന്റെ കർത്താവെ ഈ തെറ്റായ ലോകത്തിൽ എന്തോ വീണു പോകാതെ അപ്പച്ചന്റെ രക്തക്കോട്ടയിൽ അവനെ പൊതിയണമേ. തെറ്റു ശരി മനസ്സിലാക്കുവാനുള്ള കൃപ കൊടുക്കണമേ. പലരും ഡ്രഗ്സിലൊക്കെ അഡിക്റ്റഡ് ആയ എത്രയോ മക്കളുണ്ടപ്പാ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ്. അവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടെ കരച്ചില്ല എന്റെ കർത്താവ് അപ്പച്ചൻ കേൾക്കണമേ. അവരുടെ കണ്ണ് തോന്നണമേ എന്റെ കർത്താവ്. അപ്പച്ച പഠിച്ച വചനങ്ങള് കേട്ട പാട്ടുകളൊക്കെ എന്റെ കർത്താവ് അവിടെ ഹൃദയത്തിൽ മാറോട് ചേർത്ത് പിടിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം. എന്റെ കർത്താവ് ഞങ്ങളുടെ മക്കള് എവിടെ പോയാലും എന്റെ കർത്താവ് അപ്പച്ചൻ അംബാസിഡർ ആക്കി മാറ്റണമേ എന്റെ കർത്താവെ. അവർ നല്ല മക്കളായിട്ട് വളർത്തണമേ എന്റെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. ദൈവിക മക്കളായിട്ട് നിൽക്കുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവിനാടെ ഹ്യൂമൻ ഫെലോഷിപ്പിനായി പ്രാർത്ഥിക്കും. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ. അവരുടെ ദൈവമേ, അവർ വീട്ടിലും എന്റെ കർത്താവ് ഞങ്ങളുടെ ആലയത്തിൽ ഒരു വെളിച്ചമാണല്ലോ എന്റെ കർത്താവെ. അവനെ അനുഗ്രഹിക്കണമേ. അവർക്ക് പല വിഷമങ്ങൾ ഭാരങ്ങളൊക്കെ ഉള്ളതാണല്ലോ അവിടെ നിന്നൊക്കെ വിടുവിക്കണമേ എന്റെ സ്തോത്രം. ഞങ്ങളുടെ ആലയത്തിൽ വലിയൊരു പ്രകാശമാക്കി മാറ്റണമേ. അവനെ കണ്ട് അവർക്ക് ഒരു വഴികളൊക്കെ കാണിച്ചു കൊടുക്കണമേ എന്റെ കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് ചെയ്യുന്ന ജോലിയിലൊക്കെ എന്റെ കർത്താവെ വിശുദ്ധിയോട് ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ സ്തോത്രം. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഏൽപ്പിക്കുന്ന ജോലി എന്ന് ചെയ്യുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവെ. പലർക്കും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടപ്പാ. അതൊക്കെ എന്റെ അപ്പച്ചൻ അറിയാത്ത ഒന്നും ഇല്ലപ്പാ. സ്തോത്രം. എന്റെ കർത്താവെ പോസിബിൾ ആക്കുന്ന എന്റെ പൊന്നു പിതാവേ, അവിടെയെല്ലാം എന്റെ കർത്താവെ എന്റെ ദൈവം ഇറങ്ങി അവർക്ക് പ്രവർത്തിച്ചു കൊടുക്കണമേ എന്റെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ എന്റെ കർത്താവേ. അതുപോലെ ഞങ്ങളുടെ കോൾ മിനിസ്ട്രിക്കായി പ്രാർത്ഥിക്കുന്നു. പാട്ട് പാടുന്ന എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവെ. പ്രത്യേകമായി ഞാൻ സ്റ്റീഫൻ കോശി അങ്കിൾക്കായി പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, അങ്കിൾക്ക് കൊടുത്ത കഴിവിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. പലനെ പാട്ട് പഠിപ്പിക്കുവാനുള്ള കൃപ അവർക്ക് കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. ദൈവമേ, ഇനി പുതിയ പാട്ടുകൾ കൊണ്ടുവരുവാൻ അങ്കിൾക്ക് പല അസ്വസ്ഥകളൊക്കെ ഉണ്ടിട്ടും എന്റെ കർത്താവെ എന്റെ ദൈവത്തിന് വേണ്ടിയിട്ട് പാടുവാനും പലരെന്നെ പഠിപ്പിക്കുവാനുള്ള കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. ഹല്ലേലൂയ. അതുപോലെ ചെറിബോബ് അങ്കിൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്റെ കർത്താവ്. കൊടുത്ത മിനിസ്ട്രിക്കായി സ്തോത്രം എന്റെ കർത്താവ്. അത് ഭംഗിയായിട്ട് നടത്തി കൊടുക്കുവാനുള്ള കൃപ കൊടുത്തതിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവ്. ഹല്ലേലൂയ എന്റെ കർത്താവ്. അതുപോലെ എന്റെ കർത്താവ് ഞങ്ങളുടെ എന്റെ കർത്താവ് അങ്കിൾക്കായി പ്രാർത്ഥിക്കുന്ന ഒത്തിരി അങ്കിൾമാരൊക്കെ ഉണ്ടപ്പാ. പല ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒത്തിരി പേരുണ്ടപ്പ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതേമേ. ആരോട് വിഷമം പറയാതെ ദുഃഖിക്കുന്ന
എത്രയോ പേരുണ്ടപ്പാ, സ്തോത്രം ചെയ്യുന്നു. അവിടെ ദുഃഖമൊക്കെ ഉണ്ട് അപ്പച്ചനല്ലാതെ ആരോടും പറയാനില്ലല്ലോ അപ്പാ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവമേ. അവനെ അനുഗ്രഹിക്കണമേ, അവനെ ബലപ്പെടുത്തണമേ, അവരെ നിരാശയിൽ പോകാതെ നോക്കിക്കോണമേ എന്റെ കർത്താവേ. എന്റെ കർത്താവെ, അവർ മുമ്പോട്ട് പോകുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എന്റെ കർത്താവെ, ഞങ്ങൾക്ക് തന്ന നല്ലൊരു ആലയത്തിനായി സ്തോത്രം എന്റെ കർത്താവെ. ഞങ്ങളുടെ യങ് ജനറേഷൻ എന്റെ കർത്താവെ ഈ ആലയത്തിൽ വരുവാനും അവിടെ സ്തുതിക്കുവാനും ഉള്ള കൃപ അവർക്ക് കൊടുക്കണമേ എന്റെ കർത്താവെ. ദൈവമേ പ്ലീസ് എന്റെ അപ്പച്ചാ, അത് പൂട്ടാതെ നോക്കിക്കോണമേ എന്റെ അപ്പാ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ഹല്ലേലൂയ. എന്റെ കർത്താവെ തന്ന എല്ലാ അനുഗ്രഹത്തിനൊക്കെ നന്ദി പറയുന്നപ്പച്ചാ. ഞാൻ പ്രത്യേകമായിട്ട് അച്ഛനും കൊച്ചമ്മയ്ക്കായി പ്രാർത്ഥിക്കും ദൈവമേ. അവർക്ക് കൊടുത്ത ഈ മിഷൻ വർക്കിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. ദൈവമേ, അവർക്കും പല വിഷമങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടല്ലോ അപ്പാ. ദൈവമേ, അവർ ദൈവത്തിന് അറിയാത്ത ഒന്നുമില്ലല്ലോ അപ്പാ. ദൈവമേ, അവനെ അനുഗ്രഹിക്കണമേ, അവനെ ബലപ്പെടുത്തണമേ എന്റെ കർത്താവിടെ. അവിടെ മക്കളെ അനുഗ്രഹിക്കണമേ എന്റെ കർത്താവ്. അവിടെ പോക്കുവരവിലൊക്കെ എന്റെ കർത്താവെ അപ്പച്ചന്റെ രക്തക്കോട്ടയിൽ അവനെ പൊതിയണമേ എന്റെ കർത്താവെ. ദൈവമേ, ഓരോ അനർത്ഥങ്ങളൊന്നും വരാതെ അവനെ നോക്കിക്കൊള്ളണമേ. അവിടെ ജോലിയിലൊക്കെ എന്റെ കർത്താവെ ദൈവത്തിന്റെ സാന്നിധ്യം അവിടെ കാണണമേ എന്റെ അപ്പാ. സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവെ. തന്നെ ഒരു നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു എന്റെ കർത്താവിനോട് പ്രാർത്ഥന കേട്ടനായി സ്തോത്രം. മനോമോത്യം എന്നേക്കുണ്ടായിരിക്കട്ടെ. ആമേൻ ആമേൻ ആമേൻ. നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ രാവിലെ സമയത്തിനായി സ്തോത്രം ചെയ്യുന്നു അപ്പച്ച. അങ്ങയുടെ സന്നിധിയിൽ ഇരുപ്പാൻ, അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളുടെ മുട്ടുകളെ മടക്കുവാൻ ദൈവം ഞങ്ങൾക്ക് തന്നിരിക്കുന്ന സാവകാശത്തിനായി സ്തോത്രം. ദൈവമേ, ഈ ഒരു വെള്ളിയാഴ്ച പ്രാർത്ഥന, ഈ ഒരു ഉപവാസ പ്രാർത്ഥന ഞങ്ങൾക്ക് അങ്ങ് തന്നിരിക്കുന്നതിനായി സ്തോത്രം അപ്പച്ച. ഞങ്ങൾ ഇത്രയും പേര് ദൈവം ഈ ദേശത്തിന്റെ പല ഭാഗങ്ങളിലിരുന്ന്, പല ഇടങ്ങളിൽ, പല അവസ്ഥകളിലിരുന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന, ഞങ്ങളുടെ ഞരക്കങ്ങൾ, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ ഹൃദയങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ എത്തുന്നതിനാൽ സ്തോത്രം. ദൈവം എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ലല്ലോ അപ്പാ. ഈ ഒരു പ്രഭാതം തന്നതിന്, ഈ ഒരു കൂട്ടായ്മ തന്നതിന്, ആരോഗ്യവും ആയുസ്സും തന്ന് ഞങ്ങളെ നിലനിർത്തിയതിന്, ഭവനവും ആഹാരവും നൽകി ഞങ്ങളെ നിലനിർത്തിയതിന് എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ലല്ലോ അപ്പച്ച. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അപ്പച്ച. ദൈവമേ, നിങ്ങളുടെ ശരീരങ്ങളെയല്ല നിങ്ങളുടെ മനസ്സുകളെ പരിച്ഛേദന ചെയ്യുവാൻ ഞങ്ങളോട് പറഞ്ഞു ദൈവമേ. എന്റെ ദൈവമേ, ഞങ്ങളുടെ പാപങ്ങളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ ശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. എന്റെ ദൈവമേ, അങ്ങയെ നോക്കി പഠിപ്പാൻ, അങ്ങയെ നോക്കി അങ്ങയുടെ വഴികളിൽ നടപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു. സകല കഷ്ടങ്ങളിൽ നിന്നും വിടുവിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം എന്റെ അപ്പച്ച. എന്റെ ദൈവമേ, ഞങ്ങളുടെ കുറവുകളൊക്കെ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പച്ച. ദൈവമേ, തലവണക്കിരിക്കുന്ന എല്ലാരെയും പ്രൈസ് ദി ലോർഡ് കർത്താവേ ഏൽപ്പിക്കുകയാണ് കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവമേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ മധ്യസ്ഥം വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളെയും ദൈവമേ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ, ദൈവമേ ഈ കൂട്ടായ്മയിൽ ഇരിക്കുന്ന ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലുള്ള കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ എല്ലാരെയും ഈ സമയത്ത് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഞങ്ങളുടെ പ്രായം ആയവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. വാർദ്ധക്യവും നരയുമുള്ള കാലത്തോളം ചുമക്കാമെന്ന് പറഞ്ഞ നാഥൻ, ഹല്ലേലൂയ, അരുമനാഥൻ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ അവരെ കർത്താവ്, ഹല്ലേലൂയ, എന്റെ ദൈവമേ കർത്താവേ, അങ്ങ് അവരുടെ ഏകാന്തതയില്, ദൈവമേ അവരുടെ ഭാരങ്ങളിൽ, അവരുടെ പ്രയാസങ്ങളില്, ദൈവമേ അവരുടെ ഫിസിക്കൽ ലിമിറ്റേഷൻസിലൊക്കെ കൂടെ ഉണ്ടായിരുന്ന് അവരെ നടത്തുന്ന ദൈവം അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഞങ്ങളുടെ ക്ഷീണത്തിൽ, ഞങ്ങളുടെ ദൈവമേ, ഹല്ലേലൂയ, ഞങ്ങളുടെ രോഗത്തിൽ, ഞങ്ങളുടെ കിടക്കയെല്ലാം മാറ്റിവിരിക്കുന്നവൻ അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം പിതാവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഇസ്രായേലിന്റെ തേരും തേരാളിയുമായുള്ള ദൈവമേ, ഹല്ലേലൂയ, ദൈവമേ കർത്താവേ, ഹല്ലേലൂയ കർത്താവേ, ഞങ്ങളുടെ അവസ്ഥകളില്, ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ സന്തോഷത്തില്, ഞങ്ങളുടെ ദുഃഖത്തിലൊക്കെ ഞങ്ങളോടൊപ്പം ഇരിക്കുന്ന ദൈവം, ഹല്ലേലൂയ, അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ദൈവമേ, മറ്റൊരുത്തനും രക്ഷയില്ല,
നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. പ്രൈസ് ദി ലോർഡ്. യാഹ് എന്ന നാമം ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, അങ്ങ് ആകർഷിച്ചിട്ടല്ലാതെ ഒരാൾ പോലും അങ്ങയുടെ അടുക്കിലേക്ക് വരുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ്. പിതാവേ, അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും ഹല്ലേലൂയ ദിനം പ്രതി നിമിഷം പ്രതി അങ്ങയിലേക്ക് ആകർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഹല്ലേലൂയ. നിന്റെ ദാസന്മാർ കാണുന്ന ദൈവമേ ദർശനം പോലെ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രന്മാർ കയറുന്നതും ഇറങ്ങുന്നതും ഞാൻ കാണും എന്ന് ഞങ്ങൾ വചനത്തിൽ കേൾക്കുന്നത് പോലെ എന്റെ അപ്പച്ച അങ്ങയുടെ കൂടെ ഹല്ലേലൂയ ചേർന്ന് നിന്ന് ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമേ, ഞങ്ങൾ ദർശനങ്ങളെ കാണുവാൻ, സൗഖ്യം പ്രാപിപ്പാൻ, ആത്മാവിൽ സന്തോഷിപ്പാൻ, ഹല്ലേലൂയ സംതൃപ്തിയോടെ ജീവിപ്പാൻ പ്രൈസ് ദി ലോർഡ്. പിതാവേ, ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. എന്റെ ദൈവമേ, അങ്ങയുടെ ദൈവമേ മുൻപിലുള്ള ഞങ്ങളുടെ ഉപവാസങ്ങൾ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ, ഞങ്ങളുടെ കണ്ണുനീരുകൾ ഒന്നും വൃഥാവായി പോകുന്നില്ലല്ലോ. പ്രൈസ് ദി ലോർഡ് കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ദൈവമേ, ഹല്ലേലൂയ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല. ഹല്ലേലൂയ. കർത്താവാണ് ഞങ്ങൾക്ക് കരുതുന്നത്, ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും എന്റെ മേൽ ഇട്ടുകൊള്ളുവീൻ എന്ന് പറഞ്ഞ നാഥൻ ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. എന്റെ ദൈവമേ, ഇവിടെ തലവണക്കിയിരിക്കുന്ന ഹല്ലേലൂയ 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 എന്നെ മക്കളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നരച്ചതല ദൈവമേ ഉള്ളവർ കർത്താവേ മഹത്വത്തിന്റെ കിരീടത്തിന്റെ അവകാശികളാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവരെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഞാൻ അവരെ ചുമക്കുകയും ചുമന്ന് വിടുവിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ നാഥ, നിന്റെ മക്കളെ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, ഹല്ലേലൂയ. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുന്ന സ്നേഹത്തിനായി സ്തോത്രം കർത്താവേ. നിന്റെ മക്കളെ ഹല്ലേലൂയ നീ അനുഗ്രഹിച്ചിരിക്കുന്നതിനാൽ സ്തോത്രം എന്റെ കർത്താവേ. ഹല്ലേലൂയ. എന്റെ ദൈവമേ, പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ മധ്യവയസ്കരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ വർക്ക് ഫോഴ്സിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. അവര് ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുമ്പോൾ കർത്താവേ ഹല്ലേലൂയ അവരെ എല്ലാവരെയും നീ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ദൈവമേ ജോലി ചെയ്യുന്ന ഇടങ്ങളെ നീ അനുഗ്രഹിക്കണമേ, കൂടെ വർക്ക് ചെയ്യുന്നവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാ ടെൻഷൻസിലും പ്രയാസത്തിലും ഒക്കെ എന്റെ പിതാവ് അവർക്ക് ആശ്വാസവും ബലവും ഉറപ്പും നൽകുന്നതിനാൽ സ്തോത്രം. ഹല്ലേലൂയ. ദൈവമേ, ഹല്ലേലൂയ. ബലം ഉള്ളിലുള്ള മനുഷ്യൻ ഭാഗ്യവാൻ. പ്രൈസ് ദി ലോർഡ്. ദൈവമേ, യഹോവയിൽ ബലം കണ്ടെത്തുവാൻ നിന്റെ മക്കളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പിതാ. എന്റെ ദൈവമേ കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങളുടെ യൂത്തിലെ എല്ലാവരെയും ഞങ്ങളുടെ യൗവനക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കഴുകനെ പോലെ ചിറകടിച്ചു വരുവാൻ ദൈവമേ ഉയരുവാൻ നിന്റെ മക്കളെ നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സൃഷ്ടാവിനെ നോക്കിക്കൊണ്ട് ജീവിപ്പാൻ ദൈവമേ സാക്ഷ്യമുള്ളവരായി ജീവിപ്പാൻ എന്റെ കുഞ്ഞുങ്ങളെ നീ വിളിച്ചു വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകാൻ ഇടയാകില്ല എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ പിതാ. ഹല്ലേലൂയ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ, അവര് ജനിച്ച സമയം തൊട്ട് ഇത്രത്തോളം നടത്തിയ ദൈവമേ ഹല്ലേലൂയ അവരുടെ എല്ലാ സ്കൂളിങ്ങിലും എല്ലാ കാര്യത്തിലും എന്റെ പിതാ ഹല്ലേലൂയ ബാല്യത്തിൽ തന്നെ ദൈവമേ അങ്ങേ നോക്കി ജീവിപ്പാൻ എന്റെ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ ദൈവമേ. ഹല്ലേലൂയ. എന്റെ കർത്താവെ, പ്രത്യേകിച്ച് കർത്താവെ ഹല്ലേലൂയ ദൈവമേ, ഞങ്ങളുടെ പ്രഗ്നന്റ് ആയിരിക്കുന്ന ഞങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഉദരഫലത്തെ അങ്ങ് അനുഗ്രഹിച്ച് ദൈവമേ അങ്ങ് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ച അവരോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഹല്ലേലൂയ. മക്കളെ ആഗ്രഹിക്കുന്ന എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ അപ്പച്ച അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. കർത്താവെ, ഓരോരോ ആവശ്യഭാരങ്ങളിൽ ഇരിക്കുന്നവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങളുടെ സഭയെ തന്നെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹല്ലേലൂയ. കർത്താവെ, ദൈവമേ, ഞങ്ങളുടെ ഇവിടുത്തെ ഹൈദരാബാദിലെ ഈ CSI മലയാളം കോൺഗ്രിഗേഷൻ അങ്ങ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ദൈവമേ, ഞങ്ങളുടെ സഭ ആത്മാവിൽ ശക്തിപ്പെട്ട് ജീവിപ്പാൻ എന്റെ അപ്പച്ച നീ അനുഗ്രഹിക്കണമേ കർത്താവെ. ഹല്ലേലൂയ. കർത്താവെ ഹല്ലേലൂയ. നമ്മൾക്ക് പോരാട്ടമുള്ളത് കർത്താവെ, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് വാഴ്ചകളോടും അധികാരങ്ങളോടുമാണ്. പ്രൈസ് ദി ലോർഡ് കർത്താവെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവമേ, ഞങ്ങൾ പലപ്പോഴും മത്സരിക്കുന്നത് ഞങ്ങളുടെ ചുറ്റും കാണുന്ന മനുഷ്യരോടാണ്. അല്ല കർത്താവെ, ഞങ്ങൾക്ക് പോരാട്ടമുള്ളത് സാത്താനോടാണ്. അതിന് ബലം തരുന്നത് അങ്ങാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നേഹത്തോടെ ആയിരിക്കാൻ ദൈവമേ ആത്മാവിൽ നിറഞ്ഞു വരുവാൻ ഞങ്ങളുടെ സഭയെ അങ്ങ് വിളിച്ച് വേർതിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതിന് നേതൃത്വം നൽകുന്ന അച്ഛനെ കുടുംബമായി ഒളിപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ദേശത്ത് വരുവാൻ നിന്റെ മകൻ കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. കുടുംബമായി നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവമേ, അവരുടെ ശുശ്രൂഷയിൽ എന്റെ അപ്പച്ചന്റെ സാന്നിധ്യം, അപ്പച്ചന്റെ കൃപ, ദൈവമേ അപ്പച്ചന്റെ കരുണ നിന്റെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ദൈവമേ, ഈ സമയത്ത് ഹയർ സ്റ്റഡീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുഞ്ഞുങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അപ്പനും മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. എന്റെ കർത്താവേ, നിന്റെ മക്കൾക്ക് വഴി അങ്ങ് കാണിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. അവർക്ക് നല്ല ഇടങ്ങളെ നീ തുറന്നു കൊടുക്കണമേ,
നല്ല വിദ്യാഭ്യാസം അവർക്ക് ലഭിക്കുവാൻ, നല്ല യൂണിവേഴ്സിറ്റീസിലൊക്കെ അഡ്മിഷനൊക്കെ കൊടുത്ത് അവർ അഡ്മിഷൻ പ്രോസസ് ഒക്കെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷാ ദൈവമേ കർത്താവെ, ജോലിക്കായി ശ്രമിക്കുന്നവരെ എല്ലാവരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവർക്ക് ജീവിത വഴികളെ അങ്ങ് തുറന്നു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹാലലുയ കർത്താവെ. മറ്റു പല പ്രയാസങ്ങളിലും ഇരിക്കുന്നവര്, രോഗത്തിന്റെ അവസ്ഥയിൽ ഇരിക്കുന്നവര്, ദൈവമേ അനാഥർക്ക് നീ പിതാവും, വിധവമാർക്ക് നീ ന്യായപാലകനും, രോഗികൾക്ക് നീ സൗഖ്യദായനുമായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ, സ്തോത്രം കർത്താവെ. എന്റെ കർത്താവെ, അങ്ങനെ പലവിധമായ ആവശ്യങ്ങൾ ഇരിക്കുന്നവരുണ്ട്. ഭവനമില്ലാതെ ഒരു ഭവനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ട് കർത്താവെ. ഹാലലുയ ഹാലലുയ. എന്റെ പിതാവേ, ഹാലലുയ ഹാലലുയ. അങ്ങ് അവർക്ക് ഭവനങ്ങളെയും ദൈവമേ വേണ്ടത് കൊടുക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഞങ്ങൾ ഇന്ന് കേട്ടതുപോലെ എന്റെ അപ്പച്ച, ഹാലലുയ ഹാലലുയ. ദൈവമേ ദൈവമേ അച്ഛൻ ഞങ്ങളെ പ്രാർത്ഥനയിൽ ദൈവമേ ഞങ്ങളോട് ദൈവമേ ഹാലലുയ അങ്ങയോട് പ്രാർത്ഥിച്ചതുപോലെ കർത്താവെ, സമ്പത്ത് യഹോവയാൽ വരുന്നു, മനുഷ്യന്റെ പ്രയത്നത്തോടു കൂടി അതിലൊന്നും ചേരുന്നില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങ് ദാനമായി തരാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നുമില്ലല്ലോ ദൈവമേ. ആ ഒരു വലിയ ബോധ്യം ദൈവമേ ഹാലലുയ ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ മനസ്സുകളെയും ഭരിക്കുവാൻ എന്റെ അപ്പച്ച അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹാലലുയ ഹാലലുയ കർത്താവെ. എന്റെ ദൈവമേ കർത്താവെ, അങ്ങനെ സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്നവരെ ഏവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ദൈവമേ ഹാലലുയ. സ്വർഗത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ദൈവമേ ഞങ്ങൾക്ക് സ്ഥലം പോരാതവോളും ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി ദൈവമേ ഒരുക്കി തരുന്നവൻ അങ്ങായിരിക്കുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ. ദൈവമേ കർത്താവെ ഹാലലുയ. ദൈവമേ ഓരോരോ ആവശ്യങ്ങൾ ഇരിക്കുന്നവരുടെ മധ്യത്തിലേക്ക് അങ്ങ് തക്ക സമയത്ത് എത്തിച്ചേരുന്ന ദൈവമായിരിക്കാൻ സ്തോത്രം. ഏലിയാവിന് കാക്ക വഴി ദൈവമേ അപ്പവും ഇറച്ചിയും കൊടുത്ത ദൈവം. ഹാലലുയ. ശൂന്യകാര്യത്തിന്റെ അടുക്കലേക്ക് ഹാലലുയ 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 കർത്താവ് ഏലിശ അയച്ച ദൈവം. ദൈവമേ ഹാലലു. സാറാഫത്തിന്റെ വിധവയുടെ അടുക്കലേക്ക് ഏലിയാവിനെ അയച്ച ദൈവം. ഹാലലുയ. ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഹാലലുയ അങ്ങയുടെ ഹാലലുയ ഹാലലുയ അങ്ങയുടെ ദൈവമേ ഹാലലുയ സാന്നിധ്യം, അങ്ങയുടെ നിറവ്, അങ്ങയുടെ തേജസ് എത്തുന്നതിനാൽ സ്തോത്രം കർത്താവെ. ഹാലലുയ. ദൈവമേ വിവിധ ആവശ്യ ഭാരങ്ങളുമായി അങ്ങയുടെ സന്നിധിയിൽ ഇന്ന് ഈ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് തലവണക്കിയിരിക്കുന്ന ഏവരെയും യേശുവേ അങ്ങയുടെ അധികാരമുള്ള നാമത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ രഹസ്യാവശ്യങ്ങളും ഞങ്ങളുടെ പരസ്യാവശ്യങ്ങളും ഒക്കെ അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്നു. ഹാലലുയ. അങ്ങ് ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവമേ എന്റെ ദൈവം പൊക്കമോ വണ്ണമോ നിറമോ നോക്കുന്നില്ല. ഹാലലുയ. ഹൃദയങ്ങളെ ദൈവമേ നോക്കുന്ന ദൈവമായിരിക്കാൽ സ്തോത്രം കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ഹൃദയം വെടിപ്പുള്ളതായിരിക്കാൻ ഹാലലുയ. ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ ഞങ്ങൾക്ക് വേദനയുണ്ടെങ്കിലും ഞങ്ങളെ തന്നെ മോൾഡ് ചെയ്യുവാൻ, ഞങ്ങളെ തന്നെ ശരിപ്പെടുത്തി എടുക്കുവാൻ എന്റെ യേശുവെ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പച്ചാ നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. എന്റെ ദൈവമേ നിറയ്ക്കണമേ. ഹാലലുയ. സാക്ഷ്യമുള്ളവരായി തീരുവാൻ, പ്രൈസ് ദി ലോർഡ്, ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, ആത്മാവിൽ ആരാധിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. ദൈവമേ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞ പോലെ ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് ദൈവമേ മുമ്പിലുള്ളത് ദൈവമേ ലാക്കിന് ലക്ഷ്യമായി ഓടുവാൻ ദൈവമേ ഞങ്ങളുടെ കാലുകളെ ദൈവമേ കർത്താവ് ഞങ്ങളുടെ മനസ്സുകളെ ദൈവമേ അങ്ങ് ബലപ്പെടുത്തി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ ഹാലലുയ ഹാലലുയ. ദൈവമേ മറ്റുള്ളവരെ ചേർത്ത് പിടിപ്പാൻ, ഹാലലുയ ഹാലലുയ. ദൈവമേ പരസ്പരം സ്നേഹിപ്പാൻ, വചനത്താൽ ദൈവമേ ബലപ്പെടുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവമേ കൂട്ടായ്മ അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് ദൈവമേ ഞങ്ങളുടെ CSA സഭയ്ക്കായി സ്തോത്രം. ദൈവമേ ഞങ്ങളുടെ ബിഷപ്പുമാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മധ്യകേരള ഡയസിസിനെ ഞങ്ങളായിരിക്കുന്ന മേഡക് ഡയസിസിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹാലലുയ. എന്റെ ദൈവമേ ഡയസിഷൻ പ്രവർത്തനങ്ങളൊക്കെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എന്റെ അപ്പച്ച. ഹാലലുയ. എന്റെ ദൈവമേ ഹാലലുയ. അല്ലെങ്കിൽ ഞങ്ങളുടെ ഓരോരോ കുടുംബങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആവശ്യങ്ങൾ വ്യത്യസ്തമാണ് പിതാവേ. ദൈവമേ ഹാലലുയ. ആവശ്യഭാരങ്ങളും ദൈവമേ ഓരോരുത്തരുടെ ടെൻഷനും ഒക്കെ ഡിഫറെന്റ് ആണ്. ദൈവമേ അങ്ങാണ് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത്, അങ്ങെല്ലാം അറിയുന്നു. പ്രൈസ് ദി ലോർഡ് പിതാവേ. ദൈവമേ അങ്ങിൽ നിന്ന് യാചിച്ചു വാങ്ങുവാൻ, ഹാലലുയ, അങ്ങയിൽ നിന്ന് ബുദ്ധി പഠിപ്പാൻ, ഹാലലുയ. ദൈവമേ ഹാലലുയ. ഓരോ കുടുംബങ്ങളെയും നീ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹാലലുയ. ദൈവമേ ഒരു മാലയിൽ കോർത്ത ദൈവമേ മുത്തുകൾ പോലെ മനോഹരമായി ഒന്നിച്ചു നിൽപ്പാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ വചനം കേൾക്കാൻ ഒരുങ്ങുമ്പോൾ എന്റെ പിതാവേ ഹാലലുയ. എന്റെ ദൈവമേ കർത്താവേ ആ വചനത്തിൽ നിന്ന് പഠിപ്പാൻ ദൈവമേ ഞങ്ങളെ സഹായിക്കണമേ. ഈ ഉപവാസ പ്രാർത്ഥന കൂടുതൽ ശക്തിപ്പെട്ട്, പ്രൈസ് ദി ലോർഡ്, ഇവിടെ രോഗസൗഖ്യങ്ങൾ നടക്കുവാൻ എന്റെ ദൈവമേ കർത്താവേ ആത്മാവിൽ നിറഞ്ഞ് പ്രാർത്ഥിപ്പാൻ, ദൈവമേ ആത്മാവിന്റെ പകർച്ച അനുഭവിപ്പാൻ ദൈവമേ കൂട്ടായ്മ നീ ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇവിടെ ഭവനത്തിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരെയും ദൈവമേ ഓഫീസിൽ നിന്ന് അറ്റൻഡ് ചെയ്യുന്നവരെ എല്ലാം ഒരുപോലെ അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ് പിതാവേ. ഞങ്ങൾ കുറവുകൾ ഉള്ളവരാണ് ഹാലലുയ. എന്നാൽ ഞങ്ങളെ സമ്പൂർണ്ണരാക്കുന്നത് അങ്ങാണ് കർത്താവേ. ഹാലലുയ കർത്താവേ. ഹാലലുയ. അങ്ങ് വിശുദ്ധനായിരുന്നത് പോലെ വിശുദ്ധിയോടെ ജീവിപ്പാൻ, അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഒരു അംശമെങ്കിലും തിരിച്ചങ്ങനെ സ്നേഹിപ്പാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ. കുറവുകൾ ക്ഷമിക്കണേ
ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയ. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എന്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ മറയ്ക്കുമെന്ന് പറഞ്ഞ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ ദൈവത്തിൽ ദൈവമേ അഭയം പ്രാപിച്ച് ജീവിപ്പാൻ. ഹല്ലേലൂയ. ദൈവമേ ഹല്ലേലൂയ. എത്ര ദൈവമേ ആരായാലും എല്ലാരാലും വെറുക്കപ്പെട്ടാലും ഞങ്ങളെ സ്നേഹിക്കുന്ന ഒരു ദൈവം ഞങ്ങളോടൊപ്പമുണ്ടെന്നുള്ള ഉറപ്പിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു സ്ത്രീ തന്റെ കുഞ്ഞിനെ മറക്കുമോ? താൻ പ്രസവിച്ച മകനോട് കരുണ തോന്നാതിരിക്കുമോ? അവർ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ഇതാ എന്റെ ഉള്ളം കയ്യിൽ ഞാൻ നിന്നെ വരച്ചിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞങ്ങളെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്ന ഒരു നാഥൻ ഞങ്ങളുടെ കൂടെയുള്ളതിനാൽ സ്തോത്രം. കാൽവറിയിലുള്ള ഞങ്ങൾക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന യേശു ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ സ്തോത്രം കർത്താവേ. തുടർന്നുള്ള സമയം കർത്താവെ വചനത്തിൽ ബലപ്പെടുവാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാരെയും അനുഗ്രഹിക്കണമേ. പ്രൈസ് ദി ലോർഡ്. നിന്റെ ആത്മാവിനാൽ ഓരോരുത്തരെയും നീ തൊടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കുറവുകളൊക്കെ ക്ഷമിക്കണമേ. പ്രാർത്ഥന സർവ്വനാഥം കേട്ടിരിക്കാൻ സ്തോത്രം. എല്ലാം ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച് മരിച്ചുയർത്ത യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഇന്നു നീ ഒരിക്കൽ കൂടി ദൈവവിളി കേട്ടല്ലോ, രക്ഷിതാവു സ്നേഹത്തോടെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. എത്ര നാൾ വൃഥാവായി ഓടി മനുഷ്യ നിൻ ജീവിതം, ലോകത്തിൻ്റെ ഇമ്പം തേടി കഴിച്ചു നീ ഈ വീതം. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. കൈക്കൊള്ളാതെ തള്ളുമെന്നോ ഒട്ടും വേണ്ട സംശയം. രക്ഷിതാവ് നിന്നെ ഇന്നോ സ്വന്തമാക്കി തീർത്തിടും. ഇന്നു തന്നെ യേശു നിന്നെ രക്ഷിപ്പാനായി കാക്കുന്നു. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ഭയം വേണ്ട, ശങ്കിക്കേണ്ട, വാവങ്കൽ നീ ഇന്ന്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്നത്തെ ഈ കൂട്ടായ്മയിൽ പങ്കെടുക്കുന്ന നിങ്ങളെല്ലാവരെയും ഒരിക്കൽ കൂടെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്നത്തെ ഈ വചന ധ്യാനത്തിലേക്ക്, വചന പഠനത്തിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു വേദഭാഗം വായിച്ചിരുന്നു. അത് ഉൽപ്പത്തി പുസ്തകം 26-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യമാണ്. ജെനസിസ് 26:25. ഇസഹാക്കിനെ കുറിച്ച്, ഇസഹാക്കിനോടൊപ്പം സഞ്ചരിച്ച ഒരു വലിയ സംഘത്തെ കുറിച്ച്, ഒരു സമൂഹത്തെ കുറിച്ച്, ഇസഹാക്കിനോടൊപ്പം ഉണ്ടായിരുന്ന ഒരു വലിയ കൂട്ടത്തെ കുറിച്ചാണ് നമ്മൾ അവിടെ വായിച്ചത്. അവിടെ അവര് കുറെ അധികം ദൂരം സഞ്ചരിച്ച് ഒരുപാട് പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും
പ്രതിബന്ധങ്ങളുടെയും ഒക്കെ മധ്യത്തിൽ ദൈവം ആ പ്രതിസന്ധികൾക്കൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കി, പ്രതികൂലങ്ങളെ ഒക്കെ അവർക്ക് അനുകൂലമാക്കി, അവർക്ക് ത്രൈവ് ചെയ്യാനായിട്ട്, അവർക്ക് ഒരു ദേശത്തായിരിക്കാനും ഒപ്പം ആ ദേശത്ത് ഒരു ജനമായി, ഒരു സമൂഹമായി പുലരുവാനും ഒക്കെ ഒരു സാഹചര്യം നമ്മളവിടെ വായിക്കുന്നുണ്ട്. 26-ാം അധ്യായത്തില് ദൈവം നമുക്ക് ഇടമുണ്ടാക്കി, ഇപ്പോൾ യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. 22-ാമത്തെ വാക്യം, യഹോവ ഇപ്പോൾ നമുക്ക് ഇടമുണ്ടാക്കി. ഗോഡ് ഹാസ് given us a place, or God has given us a space, and so that we may grow, we may all grow. നമുക്കെല്ലാവരും വർദ്ധിക്കേണ്ടത്, നമ്മളെല്ലാവരും വർദ്ധിക്കേണ്ടതിന്, വളരേണ്ടതിന്, അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ദൈവം നമുക്ക് ഒരിടമുണ്ടാക്കി തന്നു. അതിന് ആ ദേശത്തിന്, ആ സ്ഥലത്തിന് അവരൊരു പേര് വിളിച്ചു. നമ്മൾ ഈ ലോകത്ത് കാണുന്ന പേരുകളെല്ലാം നമ്മളെ വിളിച്ച പേരുകളാ. ആ പേര് രഹബോത്ത് എന്നാണ്. ആ രഹബോത്തിൽ ഇസഹാക്കിന്റെ കൂടെയുള്ളവർ ചേർന്ന് ചില കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവം ഇടമുണ്ടാക്കി കൊടുത്തപ്പോൾ, ദൈവം അവർക്കൊരു സ്ഥലം ഉണ്ടാക്കി കൊടുത്തപ്പോൾ, അവർക്ക് അനുഗ്രഹിക്കപ്പെടാൻ, അവർക്ക് വളരാൻ, അവർക്ക് ഉയരാൻ, അവർക്ക് അവരെ തന്നെ കണ്ടെത്താൻ, അവരുടെ തലമുറകളെ പരിപാലിച്ചെടുക്കാനായി, അവരുടെ ചുറ്റുപാടുകളെ വളർത്തിയെടുക്കാനായിട്ട് ദൈവം അവർക്ക് ഒരു ഇടമുണ്ടാക്കിയ, അല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുത്ത രഹബോത്ത് എന്ന ഇടത്ത് ആ ദൈവത്തോട് അവർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ്. വിശ്വാസം എന്താണെന്നുള്ളതാണ് നമ്മുടെ മൗലികമായ ചോദ്യം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഫെയ്ത്ത്? നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു, ഫെയ്ത്ത് ഈസ് ആർ റെസ്പോൺസ് ടു ദ ഡിവൈൻ ഇന്റർവെൻഷൻസ്. അല്ലെങ്കിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന നന്മകൾക്ക്, ദൈവത്തിന്റെ ഇടപെടലുകളോടുള്ള നമ്മുടെ ഒരു പ്രതികരണമാണ് വിശ്വാസം എന്ന് പറയുന്നത്. അത് ചില ഇടങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്നത്. സി, അവർ റെസ്പോൺസസ് ആർ integrally related with certain places or certain locations, certain context. നമ്മൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച ആമുഖമായിട്ട് പറഞ്ഞു. അവിടെ ഇസഹാക്കും കൂട്ടരും ചേർന്ന് ആദ്യം ഒരു അൽത്താര പണിഞ്ഞു, ഒരു യാഗപീഠം പണിതു. അതിനുശേഷം അവിടെ അവരുടെ കൂടാരം അടിച്ചു. അതിനുശേഷം അവർക്ക് അവരുടെ സംഘം ചേർന്ന് അവിടെ അവർക്ക് മുൻപോട്ട് ജീവിക്കുന്നതിന് ആവശ്യമായ വെള്ളം കണ്ടെത്തുന്നതിന് വേണ്ടി ഒരു കിണർ കുഴിച്ചു എന്ന് നമ്മൾ പറയും. ഈ നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറയുന്നത് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുള്ളതാണ്. നമ്മുടെ our responses have to be reinvented. ഇപ്പൊ നമ്മളൊക്കെ നമുക്ക് ഈ നമ്മുടെയൊക്കെ പൊതുവായ ഒരു പ്രശ്നം, നമുക്ക് നമ്മളിൽ നിന്ന് നഷ്ടമായതിനെ കുറിച്ച് നമുക്ക് വലിയ ബോധ്യമില്ല. സെൻസ് ഓഫ് ലോസ്റ്റ്നെസ് ഇല്ല നമുക്ക് പലതും. ചിലതൊക്കെ നമുക്ക് നഷ്ടപ്പെട്ടാലും നമുക്ക് അറിയത്തില്ല. കർത്താവ് യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ സമാനമായ ഒരു ഇൻസിഡന്റ് ഉണ്ട്. അതായത് ജോസഫും മറിയയും ഈ കുഞ്ഞായിരിക്കും, അല്ലെങ്കിൽ ഒരു ബാലനായിരിക്കുന്ന യേശു കർത്താവിനെയും കൊണ്ട് യെരുശലേം ദേവാലയത്തിലേക്ക് പോകുന്നു. യെരുശലേം ദേവാലയത്തിലൊക്കെ പോയി അവിടുത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് അവർ മടങ്ങി വരുന്ന 2-3 ദിവസം വഴിയാത്ര തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് അവർ മനസ്സിലായത്, അവരോടുകൂടെ യേശു ഇല്ല എന്നവർ മനസ്സിലാക്കി. ജീസസ് ഈസ് ലോസ്റ്റ്, but they realized it very late. അവർക്ക് മനസ്സിലായില്ല, അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. They thought Jesus might be with them, but he was not with them. But പിന്നാണ് 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അവർ അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് യേശു അവരോടൊപ്പമില്ല. നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്. We take everything for granted. നമ്മൾ വിചാരിക്കുക എല്ലാം നമ്മളോടുണ്ടല്ലോ, നമ്മുടെ മക്കൾ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമുക്കുള്ളത്, നമ്മുടെ വീട്, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഫ്രണ്ട്സ്, നമ്മുടെ പള്ളി, നമ്മുടെ വിശ്വാസം. We think everything is with us and we move forward. നമ്മൾ അങ്ങനെ സഞ്ചരിക്കും. എന്താണ് നമ്മുടെ ചിന്ത? ഇതെല്ലാം നമ്മളോടൊപ്പമുണ്ട്. We concentrate on the travel. ഒരുപക്ഷെ ജോസഫും മറിയയും അവരുടെ യാത്രയിൽ അവരുടെ കൂട്ടുകാരുമായിട്ടൊക്കെ ഇങ്ങനെ സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഈ യെരുശലേം ദേവാലയത്തിൽ അവർ പങ്കെടുത്ത ആഘോഷത്തെക്കുറിച്ചുള്ള അവരുടെ അവലോകനങ്ങളൊക്കെ നടത്തി അങ്ങനെ പോയി. They thought Jesus might be with them, അല്ലെങ്കിൽ ജീസസ് would be with them. യേശു അവരോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന് അവർ ചിന്തിച്ചു. See, certain things will not follow us unless and until we deliberately keep those things with us. നമ്മള് ചിലതൊക്കെ വളരെ ബോധപൂർവം നമ്മളോടൊപ്പം
കൊണ്ടുപോയില്ലെങ്കിൽ, നമ്മളോടൊപ്പം അതിനെ വഹിച്ചുകൊണ്ട് അതിനെ ശ്രദ്ധിച്ച് നമ്മൾ അതിനോടൊപ്പം അതിനെ കൂടെ നമ്മുടെ യാത്രയുടെ ഭാഗമാക്കി കൊണ്ടുപോയില്ലെങ്കിൽ, ഇൻ ബിറ്റ്വീൻ വി മേ ലൂസ് ഇറ്റ്, നമ്മൾ നഷ്ടപ്പെടും. നമുക്ക് അങ്ങനെ എല്ലാം എല്ലായ്പ്പോഴും നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നൊന്നുമില്ല. നമ്മുടെ മക്കൾ, നമ്മുടെ ജീവിത പങ്കാളി, നമ്മുടെ വീട്, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മുടെ മാതാപിതാക്കൾ, ഇതൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. നോ 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 നോ, ഇറ്റ് മേ നോട്ട് ബി ട്രൂ ഓൾവേസ്. ദ സെൻസ് ഓഫ് ലോസ്റ്റ്നെസ്, ചിലതൊക്കെ നഷ്ടപ്പെട്ടത് തിരിച്ചറിയാൻ കഴിയണം. ഒരിക്കലും ഒരു റോഡില് പിന്നെ ലൈറ്റ് വട്ടത്തിന്റെ ചുവട്ടിൽ കിടന്ന് ഒരു മനുഷ്യൻ എന്തോ തപ്പിത്തടയുകയാണ്, എന്തോ തിരയുകയാണ്. അപ്പൊ അത് കണ്ടു നിന്ന ആള് വന്ന് ചോദിച്ചു, എന്തോ പറ്റിയെന്ന് പറഞ്ഞു. അത് പറഞ്ഞു, എന്റെ ഭാര്യയുടെ കമ്മല് നഷ്ടപ്പെട്ടു പോയി. ഓക്കെ, നിന്റെ ഭാര്യയുടെ കമ്മല് നഷ്ടപ്പെട്ടു പോയി. അപ്പൊ ഇവന് കുറെ നേരം തേടുകയാണ്. ആ പോസ്റ്റ്, ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ വെളിച്ചത്തിൽ അവിടെയൊക്കെ ഇങ്ങനെ അന്വേഷിച്ച് നടന്നു കഴിഞ്ഞിട്ട് രണ്ടുപേർക്കും അത് കണ്ടെത്താനായിട്ട് കഴിഞ്ഞു. അപ്പൊ ചോദിച്ചു, നിന്റെ ഭാര്യയുടെ കമ്മൽ എവിടാ പോയത്? പറഞ്ഞു, എന്റെ ഭാര്യയുടെ കമ്മൽ പോയത് വീട്ടിലാ. നീ എന്തിനാ ഇവിടെ വന്ന് തിരക്കത്തുനിന്ന്? അത് പറഞ്ഞു, എന്റെ വീട്ടിൽ കറണ്ട് ഇല്ലാത്തതുകൊണ്ട്, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അവിടെ തിരയാൻ പറ്റത്തില്ല. ഇവിടാണ് ഇച്ചിരി വെട്ടമുള്ളത്, അതുകൊണ്ട് ഞാൻ ഇവിടെ വന്ന് തിരയോ. നമ്മൾ നഷ്ടപ്പെട്ടെടുത്ത് തിരയണം. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ രക്ഷയുടെ ഏറ്റവും വലിയ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ, രക്ഷ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? റിയലൈസിങ് ദ സെൻസ് ഓഫ് ലോസ്റ്റ്നെസ്. നമ്മൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, ചിലതൊക്കെ നമുക്ക് നഷ്ടമായിരിക്കുന്നു, അതിനെ നമുക്ക് വീണ്ടെടുക്കണം, നഷ്ടമായതിനെ തിരിച്ചു കൊണ്ടുവരണം എന്ന ഒരു വലിയ ബോധം, വലിയൊരു വിവേകം ഉണ്ടാകുന്ന ഇടത്താണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും ഈ ഇറങ്ങിപ്പോയ 2 പുത്രന്മാരുടെ കഥകളെ കുറിച്ച് പറഞ്ഞു. ആദ്യത്തെ 2 ഇടങ്ങളിലും നഷ്ടപ്പെട്ടവർ, ഇടയനും വീട്ടുടമസ്ഥയും, ഈ നഷ്ടപ്പെട്ടതിനെ പോയി പിടിച്ചു കൊണ്ടുവന്നു, പോയി നേടിയെടുത്തു കൊണ്ടുവന്നു. പക്ഷെ മൂന്നാമത്തെ അപ്പന്റെയും മക്കളുടെയും കഥ പറയുന്ന സമയത്ത് ഈ നഷ്ടമായവൻ, അല്ലെ, ഒന്നും നഷ്ടമായതല്ല, ഹി ലോസ്റ്റ് ഹിംസെൽഫ്, അവൻ സ്വയം നഷ്ടപ്പെടുത്തി. അവനായിരിക്കുന്ന ഇടത്തിന്റെ ശ്രേഷ്ഠത അറിഞ്ഞില്ല. അവൻ അപ്പന്റെ കുടുംബത്തിൽ വളരെ സൗകര്യത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, എല്ലാ സ്വാതന്ത്ര്യത്തോടുകൂടെയും എല്ലാ മഹത്വത്തോടുകൂടെയും ജീവിച്ചിട്ടും അവൻ പറഞ്ഞു, ഇതിനേക്കാൾ നല്ല സ്ഥലമുണ്ട്, ഞാൻ എന്റെ ഇഷ്ടം തേടി, ഐ സീക്ക് എ ബെറ്റർ പ്ലേസ്. എപ്പോഴും നല്ലതാ, നല്ല സ്ഥലം അന്വേഷിച്ച് പോകുന്നതൊക്കെ നല്ലതാ. പക്ഷെ പന്നിക്കൂട്ടത്തിൽ പോയി പെടരുത്. അവൻ നല്ല സ്ഥലം അന്വേഷിച്ചു പോയി. ഹി വാസ് ഇൻ സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ്. നമ്മളൊക്കെ അങ്ങനെയാണ്, പള്ളികളിലും ആരാധനകളിലും ഒക്കെ ഈ ഓൾട്ടർനേറ്റീവ്സ്. CSA കൊള്ളത്തില്ല, അവിടെ അത് കൊള്ളാം, ഇവിടെ ഇത് കൊള്ളാം, ഇവിടെ 2 മണിക്കൂറുണ്ട്, അവിടെ അരമണിക്കൂറേ ഉള്ളൂ, അവിടെ ഇങ്ങനെയുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ ചോറ് കൊടുക്കും, അവിടെ പെൻഷൻ കൊടുക്കും, അവിടെ മെഡിക്കൽ അലവൻസ് കൊടുക്കും. നമ്മളാണെങ്കിൽ ഇവിടെ വന്ന് ടൈത്തിടണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം, വി ഹാവ് ലോട്ട് ഓഫ് റെസ്ട്രിക്ഷൻ, അങ്ങനെ ചെയ്ത ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. വി ഓൾവേസ് സെർച്ച് ഫോർ ഓൾട്ടർനേറ്റീവ്സ്. ഗുഡ്. പക്ഷെ അവൻ ഈ ബദൽ അന്വേഷണത്തിന്റെ ഇടയിൽ ഹി ലോസ്റ്റ് ഹിംസെൽഫ്. അവനായിരിക്കുന്ന ഇടത്തിന്റെ, അതാണ് അവന് ബോധം വന്നപ്പോൾ എന്താ സംഭവിച്ചത്? വെൻ ഹി കെയിം ഇൻ ടു ഹിസ് കോൺഷ്യൻസ്, അവന് ബോധം വന്നപ്പോൾ അവൻ ആദ്യം ഓർത്തത് അവന് നഷ്ടപ്പെട്ട ഇടം, എന്റെ പിതാവിന്റെ ഭവനം, വീടാ അവൻ ആദ്യം ഓർത്തത്. അപ്പനേക്കാൾ അവൻ ഓർത്തത് എന്റെ അപ്പന്റെ വീട് നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തിരികെ പിടിക്കാനുള്ള ആദ്യത്തെ ആരംഭം നമുക്ക് നഷ്ടപ്പെട്ട ഇടത്തെ കുറിച്ചുള്ള ബോധം, അല്ലെ? അതാണ് രക്ഷ. അവിടെ നിന്നാണ് രക്ഷ തുടങ്ങുന്നത്. അവിടെയാണ് അവൻ രക്ഷിക്കപ്പെടാൻ തുടങ്ങി. സോ ഹി കെയിം ബാക്ക്, അല്ലെ? ഹി കെയിം ബാക്ക്. അപ്പോ നമ്മളെ തന്നെ തിരിച്ചറിവാണ് സ്വയം. ഹി റീഇൻവെന്റഡ് ഹിംസെൽഫ്. ഈ മകൻ ഹി റീഇൻവെന്റഡ് ഹിംസെൽഫ്. അവനായിരുന്ന കോണ്ടെക്സ്റ്റിൽ അവന് ഭക്ഷണം നിഷേധിക്കപ്പെട്ടപ്പോൾ, അവൻ അപമാനിക്കപ്പെട്ടപ്പോൾ, അവൻ ഈ പന്നികളുടെ ഇടയിലേക്ക്, സമൂഹം അവഗണിക്കുന്ന ആ ജോലിയിലേക്ക്, സാഹചര്യങ്ങളിലേക്ക് അവൻ എറിയപ്പെട്ടപ്പോൾ ഹി റീഇൻവെന്റഡ് ഹിംസെൽഫ്. അത് തുടങ്ങുന്നത് എപ്പോഴാണെന്നറിയാമോ? ദ സെൻസ് ഓഫ് ലോസ്റ്റ്നെസ്. തനിക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്താണ്? എഫെസോസിലെ സഭയെ കുറിച്ച് വെളിപാട് പുസ്തകത്തിൽ പറയുന്നത്, നിങ്ങൾ കൊള്ളാം, നിങ്ങൾ നല്ല സഭ. എഫെസോസിലെ സഭ എന്ന് പറഞ്ഞാൽ ദൂതൻ പറയുക, നിങ്ങളെ കുറിച്ച് ഒരു കുറ്റവും പറയാനില്ല, പക്ഷെ ഒരു കുറവ് പറയാനുണ്ട്. എന്താണെന്നറിയാമോ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറവ് നിനക്ക് പറയാനുണ്ട്. എല്ലാം ഉണ്ട്, പക്ഷെ സ്നേഹത്തിൽ വീഴ്ചയുണ്ട്. ഇതൊരു ഈ റീഇൻവെൻഷൻ. ദൈവത്തിന്റെ വചനം കേൾക്കുമ്പോൾ, വചനം നമ്മൾ വായിക്കുമ്പോൾ, ഇറ്റ് ഈസ് എ ടൈം ഫോർ us to reinvent ourselves.
നമ്മളിൽ നിന്ന് നഷ്ടമായത് എന്താണ് എന്ന് അപ്പൊ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ. പിന്നെ ഇറ്റ് ഈസ് നോട്ട് ഓൺലി റിയലൈസിങ്, ഇറ്റ് ഈസ് ഓൾസോ അബൌട്ട് റീക്ലെയിമിങ്. നമ്മൾ നഷ്ടപ്പെട്ടതിനെ നമുക്ക് തിരികെ പിടിക്കണം. തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, തിരികെ പിടിക്കണം. അതെന്ത് ചെയ്യണം? അതിന് റെസ്പോൺസ് ആവശ്യം. അതിന് ചിലതൊക്കെ അവിടെ എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങൾ, എൻ്റെ പിതാവിന്റെ ഭവനത്തില് നന്മകളുണ്ട്. അവിടുത്തെ വേലക്കാര് ഭക്ഷണം കഴിച്ചിട്ട് ബാക്കി വെക്കുന്നു എന്ന് വിചാരിച്ച് പിതാവിന്റെ ഭവനത്തെ ഓർത്ത്, പിതാവിനെ ഓർത്ത് അവിടെ കറങ്ങിയാൽ പോരാ. എന്താണ്? തിരികെ പിടിക്കാൻ ശ്രമിക്കണം. നമ്മളെ വിശ്വാസം ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയതിനെ തിരികെ പിടിക്കാൻ ശ്രമിക്കണം. ഇവിടെ ഈ നഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയവൻ തിരിച്ചു വന്നു, അല്ലെ? one came back with realization, with an intention to reclaim. ചിലതൊക്കെ തിരികെ പിടിക്കാൻ ഒരുത്തൻ തിരിച്ചു വരുമ്പോ എന്താണ് സംഭവിക്കുന്നത്? വീട് വിട്ട് ഇറങ്ങിപ്പോകുന്നവൻ ആ വീടിന്റെ മഹത്വം മനസ്സിലാക്കി തിരിച്ചു വന്നപ്പോ വീട്ടിലുള്ളവൻ തിരിച്ചു വന്നവനോട് കലഹിച്ച് പുറത്ത് നിൽക്കുക. ഒരുത്തൻ പുറത്ത് നിൽക്കാൻ തീരുമാനിക്കുക. അങ്ങനെ ഉണ്ട് കേട്ടോ. ചിലരൊക്കെ തിരിച്ചു വന്ന വേറെ ചിലർ പുറത്തിറങ്ങി, അകത്തോട്ട് കയറത്തില്ല. എന്തോ ഒരു പൊളിറ്റിക്സ് ആണെന്ന് എനിക്ക് മനസ്സിലാവും. ഇറങ്ങിപ്പോയവർ, വിട്ടുപോയവർ തിരിച്ചു വരുമ്പോൾ അവനെല്ലാം മഹത്വവും മനസ്സിലാക്കി പിതാവിലേക്ക് മാത്രമല്ല, ഭവനത്തിലേക്ക് മാത്രമല്ല, ഈ മൂത്ത മകനിലേക്കും അവന്റെ മൂത്ത സഹോദരനിലേക്കും കൂടെ അവൻ തിരിച്ചു വരുമ്പോ മൂത്ത സഹോദരൻ എന്താ ചെയ്യുന്നത്? പിതാവ് അവനെ സർവാത്മന കണ്ടീഷൻസ് ഒന്നും ഇല്ലാതെ അവനെ സ്വീകരിക്കുമ്പോൾ ഈ മൂത്ത മകൻ he decided to stay out. അവൻ പുറത്ത് നിൽക്കാൻ തീരുമാനിച്ചു. എന്തൊരു സർപ്രൈസസ് ആണ്, അല്ലെ? എന്തൊരു നമ്മുടെയൊക്കെ മനുഷ്യ ജീവിതത്തിൽ സംഭവിക്കുന്ന കുറെ അധികം ആകസ്മികതകളാണ് വേദപുസ്തകത്തിൽ. നമ്മളിതൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരി വരും. ഈ കഥയൊക്കെ കർത്താവായ യേശുക്രിസ്തു പറയുമ്പോൾ അതൊക്കെ ഇപ്പൊ നടക്കുന്നുണ്ടല്ലോ. ഉള്ളി ഇത് കണ്ടിട്ടാണോ അത് എഴുതിയത്, അതോ അത് കണ്ടോണ്ടാണോ ഒരു സംഭവിക്കുന്നതെന്ന് അറിയില്ല. When someone coming back with absolute realizations, ഇവിടെ ഉള്ളൊരു ചിലര് പുറത്ത് നീക്കാൻ തീരുമാനിക്കും. എന്തൊരു പ്രശ്നമാണ്. അതുകൊണ്ട് ചിലതിനൊക്കെ തിരിച്ചറിയാനും തിരികെ പിടിക്കാനും കഴിയുന്ന ഇടത്താണ് വീണ്ടെടുപ്പ് സാധ്യത. അതുകൊണ്ട് നമ്മൾ ഈ നാളുകളിൽ വീണ്ടെടുക്കേണ്ടുന്ന ചില ഇടങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ ഇടമാണ് ഇവിടെ ഇസഹാക്ക് ചെയ്തത്. എന്താണെന്നറിയാമോ? ഹി ബിൽറ്റ് ആൻ ഓൾട്ടർ ടു വർഷിപ്പ് ഗോഡ്. നമ്മുടെ അൾത്താര നമുക്ക് തിരികെ പിടിക്കണം. നമ്മുടെ യാഗപീഠങ്ങളെ നമുക്കൊന്നുകൂടെ ഒന്ന് റീഇൻവെന്റ് ചെയ്യണം, റീക്ലെയിം ചെയ്യണം. യാഗപീഠം എന്താണ്? യാഗപീഠം എന്തിന്റെ അടയാളം? വളരെ ഇപ്പൊ ഇസഹാക്കിന്റെ ജീവിതത്തിലെ നമ്മൾ വിശദമായി ഒന്ന് ആഴത്തിൽ പരിശോധിച്ചാൽ ഇസഹാക്കിനെ സംബന്ധിച്ച്, അതല്ലെങ്കിൽ ഇസഹാക്ക് ഉൾപ്പെടെയുള്ള വിശ്വാസത്തിന്റെ എല്ലാ ആൻസസ്റ്റേഴ്സിനെയും സംബന്ധിച്ച്, പാട്രിയാർക്സിനെയും സംബന്ധിച്ച് യാഗപീഠം എന്ന് പറഞ്ഞാൽ എന്താണ്? Altar is an ancient response to God's blessings. An altar for Isaac is an ancient, അല്ലെങ്കിൽ ഐസക്കിന് മാത്രമല്ല എല്ലാവർക്കും നമ്മുടെ അൾത്താര, യാഗപീഠം എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് നൽകുന്ന നന്മകളോടുള്ള, ദൈവം നന്മകൾ മനുഷ്യർക്ക് നൽകിയപ്പോൾ മനുഷ്യന്റെ ഉത്ഭവം മുതൽ, ആരംഭം മുതൽ, അതുകൊണ്ടാണ് പറഞ്ഞത് ആൻ ഏൻഷ്യന്റ്, വളരെ പ്രാചീനമായ പുരാതനമായ ഒരു പ്രതികരണം, മനുഷ്യന്റെ പുരാതനമായ പ്രതികരണമാണ് എന്ത്? അൾത്താര എന്ന് പറയുന്നത്, യാഗപീഠം എന്ന് പറയുന്നത്. ദൈവത്തിന്റെ നന്മകളോടുള്ള മനുഷ്യന്റെ പുരാതന വിശ്വാസം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടെത്തിയതൊന്നും അല്ല. ചിലരൊക്കെ പറയത്തില്ല, ഞാൻ കർത്താവിനെ കണ്ടു, എന്റെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു, ഞാൻ മനസ്സിലാക്കി. ഒരു ചുക്കുമില്ല. ഫെയ്ത്ത് ഈസ് ആൻ ഏൻഷ്യന്റ് ഫ്ലോ. വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ഒരു ഒഴുക്ക. നമ്മളൊക്കെ ഓരോരോ സമയങ്ങളിൽ ആ ഒഴുക്കിന്റെ ഭാഗമാകുന്നേ ഉള്ളൂ. ന്യൂ ജനറേഷൻ ഫെയ്ത്ത്, ഓൾഡ് ജനറേഷൻ ഫെയ്ത്ത്, ഫോർത്ത് വേവ് ഫെയ്ത്ത്, അത് ഇതൊക്കെ മനുഷ്യൻ കണ്ടുപിടിച്ച് അങ്ങനൊന്നുമില്ല. ഫെയ്ത്ത് ഈസ് ആൻ ഏൻഷ്യന്റ് ഫ്ലോ. ഇത് മനുഷ്യന്റെ സൃഷ്ടിക്ക് മുൻപേ, പ്രപഞ്ച സൃഷ്ടിക്ക് മുൻപേ
ദൈവം ചെയ്ത പ്രവർത്തനങ്ങളെ, കർമ്മങ്ങളെ കുറിച്ച് ഓർത്ത് ഓരോരോ കാലഘട്ടങ്ങളിൽ അബ്രഹാം, ഇസഹാക്കും, നോഹയും ഇങ്ങനെ അവരൊക്കെ പ്രതികരിച്ചത് വിശ്വാസത്തിലെ. എബ്രായ ലേഖനം പറയുന്ന അദ്ദേഹം വായിച്ചാൽ മതി. എബ്രായ ലേഖനം എല്ലാം ചെയ്തത് വിശ്വാസത്താലാണ്. ഹാനോക്ക് വിശ്വാസത്താലാണ് രക്ഷിക്കപ്പെട്ടത്, ദൈവത്തെ കണ്ട് പ്രസാദിപ്പിച്ചത്. വിശ്വാസത്താൽ മാത്രമേ നമുക്ക് പ്രതികരിക്കാൻ പറ്റൂ. അതുകൊണ്ട് വിശ്വാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ യാഗപീഠം എന്ന് പറയുന്നത്, ഇറ്റ്സ് ആൻ ഏൻഷ്യന്റ് റെസ്പോൺസ്. അതൊരു അതിപുരാതനമായ ഒരു പ്രതികരണമാണ്. ഇതൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, നമ്മൾ ചെയ്യുന്നു, നമ്മൾ ഒന്നുമില്ല. ഇതെല്ലാം നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത് വേദപുസ്തകപരമാണ്. നമ്മുടെ വിശ്വാസം നമ്മുടെ പൂർവികരുടെ ജീവിതത്തിൽ നമ്മൾ പ്രാപിച്ചെടുത്തതാണ് വിശ്വാസം. യു cannot say യുവർ ഗോഡ് ഓർ മൈ ഗോഡ്. ഇറ്റ് ഈസ്, അല്ലെ, നമ്മൾ പറയും വേദപുസ്തകങ്ങൾ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. തലമുറകൾ കഴിഞ്ഞ് മോശയൊക്കെ ഇസ്രായേൽ മക്കളെ ഈജിപ്തിൽ നിന്ന് വിടുവിച്ച് കൊണ്ടുവന്ന് കനാൻ നാട്ടിൽ പാർക്കുമ്പോൾ, രാജാക്കന്മാരുണ്ടാകുമ്പോൾ, ശലോമോനൊക്കെ വരുമ്പോഴും പറയുന്നത് ദ ഗോഡ് ഓഫ് മൈ ഫോർ ഫാദേഴ്സ്. അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. വിശ്വാസത്തിനൊരു പുരാതന പാരമ്പര്യം. അതുകൊണ്ട് നമ്മുടെ യാഗപീഠം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിപുരാതനമായ, ദൈവം നമുക്ക് നൽകിയ നന്മകളോടുള്ള അതിപുരാതനമായ. നമ്മൾ പള്ളി പണിഞ്ഞാലും പള്ളി പൊളിച്ചാലും എന്ത് ചെയ്താലും അതെല്ലാം ഈ അതിപുരാതനമായ ഒരു പ്രതികരണത്തിന്റെ ഭാഗമാണ്. See, our faith has a legacy, a heritage. അത് മറന്നു പോകരുത്. അതുകൊണ്ട് ഇതൊരു ഏൻഷ്യന്റ് റെസ്പോൺസാണ്. അതുകൊണ്ട് തന്നെ അതിന് അതിമനോഹരമായ സൗന്ദര്യമുണ്ട്. നമ്മൾ പറയത്തില്ലേ, ഈ ആന്റിക്സിനൊക്കെയാണ് ഏറ്റവും വലിയ വില എന്ന് പറഞ്ഞ പോലെയാണ്. നമ്മുടെ വിശ്വാസം അമൂല്യമാകുന്നത് അങ്ങനെയാണ്. ബിക്കോസ് ഓഫ് ദിസ് ഏൻഷ്യൻസ് ഓഫ് അവർ ഫെയ്ത്ത്. നമ്മുടെ ഈ വിശ്വാസത്തിന്റെ അതിപുരാതനത്വം. അപ്പോൾ ഒന്നാമത് നമ്മൾ നമ്മുടെ യാഗപീഠത്തെ മനസ്സിലാക്കേണ്ടത് എന്താണ്, എങ്ങനെയാണ്? ആസ് ആൻ ഏൻഷ്യന്റ് റെസ്പോൺസ് ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്ത നന്മകൾക്കുള്ള അതിപുരാതനമായ പ്രതികരണം. അതിപുരാതനമായ ഏൻഷ്യന്റ് റെസ്പോൺസ് ടു ഗോഡ്സ് ബ്ലെസ്സിങ്സ്. രണ്ടാമത് നമ്മൾ പറയേണ്ടത് എന്താണ്? ഇറ്റ് ഈസ് നോട്ട് ഓൺലി എ സിമ്പിൾ റെസ്പോൺസ്, ഇറ്റ് ഈസ് എ ഗ്രാറ്റിറ്റ്യൂഡ്. ഇറ്റ് ഈസ് എ ഗ്രാറ്റിറ്റ്യൂഡിനൽ റെസ്പോൺസ്. അതൊരു നന്ദി പ്രകാശനമാണ്, സ്തോത്ര പ്രകാശനങ്ങൾ. ഇസഹാക്ക് നമ്മൾ 26-ാം അധ്യായം വായിക്കുമ്പോൾ, ഇസഹാക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ വലിയൊരു ക്ഷാമമുണ്ടായി, ഒരു ഫാമൈൻ ഉണ്ടായി. നമുക്കറിയാം, അബ്രഹാമിന്റെ ഒക്കെ ജീവിതം പഠിക്കുന്ന സമയത്ത് അവർ സഞ്ചരിക്കുന്ന ഇടങ്ങളിൽ ഒരു ക്ഷാമം ഉണ്ടായാല് അവർ എളുപ്പം ചെയ്യുന്നത് they will all go to ഈജിപ്റ്റ്. ഇവിടെ ഇച്ചിരി ഇല്ലായ്മ ഉണ്ടാകുമ്പോൾ ഉള്ളിടത്തോട്ട് പോകും. നമുക്ക് അങ്ങനെയാണല്ലോ, നമ്മുടെ ഒരു ഹ്യൂമൻ ട്രെൻഡ് അങ്ങനെയാണല്ലോ. അങ്ങനെ അബ്രഹാം മിസ്രൈമിലൊക്കെ പോകുന്നു. സാറ എന്റെ പെങ്ങളാണെന്നൊക്കെ പറയുന്നു. അവിടെ കുഴപ്പങ്ങളുണ്ടാകും, നമുക്കത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയും ഇസഹാക്കിന്റെ ജീവിതത്തിലും സമാനമായ ക്ഷാമമുണ്ടായപ്പോൾ, ദേശത്ത് ക്ഷാമമുണ്ടായപ്പോൾ, 26-ാമത്തെ വാക്യം പറയുന്നു, 26-ാമത്തെ അധ്യായം തുടങ്ങുന്നത് അങ്ങനെയാണ്. അവിടെ ക്ഷാമമുണ്ടായപ്പോൾ ദൈവം അവരോട് പറഞ്ഞു, നിങ്ങൾ മിസ്രൈമിലേക്ക് പോകരുത്, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക. ക്ഷാമം വരുമ്പോൾ ഇട്ടിട്ട് പോകുന്നതാണോ? ആണോ? നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കുക, കാരണം ഞാനാണ് നിങ്ങളുടെ ദൈവം. ആ ക്ഷാമത്തിന്റെ മധ്യത്തിൽ അവിടെ നമ്മൾ അതിന്റെ താഴോട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. അതിന്റെ താഴോട്ട് നമ്മൾ 13-ാമത്തെ വാക്യം, വേഴ്സ് 16. ക്ഷാമമാ, വെള്ളമില്ല, കൃഷി ചെയ്യാൻ ബുദ്ധിമുട്ടാ. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യഹോവ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് മഹാധനവാനായി തീരും. അനുസരണമാണ് കേട്ടോ അനുഗ്രഹം. Obedience is a fundamental criteria for blessings. ദൈവം അവനോട് പറഞ്ഞു, നീ പോണ്ട, നിന്നെ ഞാൻ അനുഗ്രഹിക്കും, നിനക്ക് ഞാൻ സമൃദ്ധി തരും. ആൻഡ് ഹി ബിലീവ്ഡ്. ഇസഹാക്ക് അത് വിശ്വസിച്ചു. ഹി സ്റ്റേയ്ഡ്, ഹി റിലൈഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനത്തില്, ദൈവത്തിന്റെ വാഗ്ദത്തത്തില് ഇസഹാക്ക് ആശ്രയിച്ചു, വിശ്വസിച്ചു. അവിടെ 13-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവം അവനെ അനുഗ്രഹിച്ചു. പക്ഷെ അതിനോട് താഴോട്ട് വായിക്കുന്നുണ്ട്, അവിടെ ദൈവം ആ ഇസഹാക്കിനെ അനുഗ്രഹിച്ചപ്പോൾ അവിടെ അടുത്തുള്ളവർ കുഴപ്പങ്ങളുണ്ടാക്കി. ഇവന്റെ അനുഗ്രഹം കണ്ടിട്ട് അവന് കുഴപ്പങ്ങളുണ്ടാക്കി, തടസ്സങ്ങളുണ്ടാക്കി. അവർ കുഴിച്ച കിണറെല്ലാം മൂടിക്കളഞ്ഞു. അതെല്ലാം പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. ഒടുക്കം ആ പ്രയാസങ്ങളൊക്കെ ഉണ്ടായ ഇടത്തു നിന്ന് അവൻ അങ്ങനെ മാറിപ്പോയി എന്നാ പറയും. ഇസഹാക്ക് എന്തെന്ന് പറയുമ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ
വഴക്കുണ്ടാകുമ്പോൾ, ശണ്ട ഉണ്ടാകുമ്പോൾ തിരിച്ച് അല്ലെ, ഒരാൾ എന്റെ നേരെ കണ്ണുരുട്ടുമ്പോൾ ഞാൻ കൈ ചുരുട്ടുകയോ മുഷ്ടി ചുരുട്ടുകയോ ചെയ്തില്ല. ഇസ്ഹാക്ക് അവിടെ നിന്ന് പോയി മാറി പല സ്ഥലങ്ങളിൽ മാറിപ്പോയി എന്നാ പറയാം. തർക്ക സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഇസ്ഹാക്ക് മാറിപ്പോയി. ഒരിടത്ത് ചെന്നപ്പോ അവർ തർക്കത്തിലൊന്നും വന്നില്ല. അവർ പരാജയപ്പെട്ടു. തർക്കം ഉണ്ടാക്കുന്നവർ പരാജയപ്പെട്ടു. വഴക്ക് പിടിക്കാൻ വരുന്നവർ തന്നെ തോറ്റു. ഇവനെടുത്ത് വഴക്ക് പിടിച്ചിട്ട് കാര്യമില്ല. കാരണം ഇവൻ തിരിച്ചടിക്കാൻ പറ്റത്തില്ല. തിരിച്ചടിക്കാൻ വരുമ്പോഴാണല്ലോ ഒരു സന്തോഷം അല്ലെ? തിരിച്ചടിക്കാൻ വരുമ്പോഴാണല്ലോ ഒരു ഉത്സാഹം. നമുക്ക് അടിക്കാനും അത് പുതിയ വഴി കണ്ടുപിടിക്കാനും പുതിയ സ്ട്രാറ്റജി ഉണ്ടാക്കാനും അല്ലെ ഒരു സന്തോഷം. തിരിച്ചടികൾ ഉണ്ടാകുന്ന സമയത്ത് തിരിച്ചടിക്കാനില്ല ഇസ്ഹാക്ക്. അവൻ മാറിപ്പോയി. കാരണം ഇസ്ഹാക്കിന് അറിയാമായിരുന്നു അവനെ വിളിച്ചിട്ട് ദൈവമാണ്. കാരണം ഇവരല്ല, ആരെല്ലാം തടസ്സങ്ങൾ ഉണ്ടാക്കിയാലും, ആരെല്ലാം പ്രതികൂലങ്ങൾ ഉണ്ടാക്കിയാലും, ആരെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയാലും, if I am God's choice, then God will definitely bless me. ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പാണ് ഞാനെങ്കിൽ ദൈവം എന്നെ തീർച്ചയായിട്ടും അനുഗ്രഹിക്കും. അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടുണ്ടാക്കിയ പ്രതിബന്ധങ്ങളൊക്കെ സ്വയം ഇല്ലാതായി. അതിനാണ് രഹബോത്ത് എന്ന് പറയുന്നത്. അപ്പൊ ദൈവം രഹബോത്ത് ഉണ്ടാക്കി കൊടുത്തപ്പോഴാണ് ആസ് എൻ എക്സ്പ്രഷൻ, ആസ് എ റെസ്പോൺസ്, ഇസ്ഹാക്ക് യാഗപീഠം. നമ്മുടെ യാഗപീഠങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? രണ്ടാമത് നമ്മുടെ നന്ദിയുടെ പ്രകാശനത്തിന്റെ ഇടങ്ങളായി. ആറ്റിറ്റ്യൂഡ് ഓഫ് നമ്മുടെ പള്ളി, ദേവാലയം, it is an attitude of thanksgiving. It is a symbol of our thanksgiving. നമ്മുടെ ദേവാലയം, നമ്മൾ പള്ളിയിലോട്ട് വന്ന് കയറുമ്പോൾ ദൈവമേ സ്തോത്രം അല്ലെ. ഒരുപാട് ദൂരമൊക്കെ വണ്ടി ഓടിച്ചാ വരുന്നത്. ബസ് പിടിക്കണം, ടാക്സി പിടിക്കണം, ബൈക്ക് വരണം, നടക്കണം. ഓടി വരുമ്പോൾ നമ്മൾ പള്ളിയിലോട്ട് വന്ന് കയറുമ്പോൾ ഒരു ആശ്വാസം ഇല്ലേ? നമ്മുടെയൊക്കെ വീടുകളിൽ വന്ന് നമ്മൾ കയറുമ്പോൾ ഒരു ആശ്വാസം കാണുന്നത് പോലെ അല്ലെ? ഒരു സ്തോത്രമൊക്കെ പറഞ്ഞ് നമ്മുടെ പള്ളിയിലോട്ടൊക്കെ ഒന്ന് കയറി നോക്കി. ഞാനും ചിലപ്പോൾ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഞാൻ ഓടിപ്പിടിച്ചാണ് എല്ലാവരെയും വാരിപ്പെറുക്കി കാറിനകത്തിട്ട് ഓടിപ്പിടിച്ച് ഈ റോഡിലുള്ള ബമ്പെല്ലാം ചാടി, സ്പീഡിൽ വരാനൊക്കത്തില്ല, ബമ്പെല്ലാം ചാടി അവിടെ വന്ന് കയറുമ്പോൾ. പക്ഷെ എല്ലാം കണ്ടു കഴിയുമ്പോൾ ഇവിടുന്ന് നമുക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു നമ്മൾ അങ്ങോട്ട് പള്ളിയിലെ മേലോട്ട് നോക്കുമ്പോൾ ആളുകളൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. ദൈവമേ, എന്തൊരു സന്തോഷമാണ്. ഇത്ര നല്ല അനുഗ്രഹം ദൈവം നമുക്ക്. പള്ളി കാണുമ്പോൾ മാത്രമല്ല കേട്ടോ, നമ്മുടെ വീട് കാണുമ്പോൾ, നമ്മുടെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ, നമ്മുടെ കൊച്ചുമക്കളെ കാണുമ്പോൾ, നമ്മുടെ വീടിന്റെ ചുറ്റുപാടുകൾ കാണുമ്പോൾ ആ ഒരു ഫീലിംഗ് വേണം. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് എ ഗ്രേറ്റ് ഫീലിംഗ്. ഇതൊരു വലിയ മഹത്തായ ഒരു ഫീലിംഗ് ആണ്. നന്ദി, ഒരു കൃതജ്ഞതാ മനോഭാവം. ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ നമുക്ക് കാണുന്നുണ്ട് നോഹ ആദ്യം ചെയ്തത് എന്താണ്? പെട്ടകത്തിൽ നിന്നിറങ്ങിയ നോഹ ആദ്യം ചെയ്തത് ദൈവത്തിന്റെ യാഗപീഠം പണിതു എന്നാണ് അല്ലെ? പ്രളയാനന്തരം പ്രളയത്തെ അതിജീവിച്ച മനുഷ്യന്റെ ആദ്യത്തെ പ്രതികരണം യാഗപീഠം പണിതു. ആസ് എൻ എക്സ്പ്രഷൻ, ആസ് എ സിംബൽ ഓഫ് ഹ്യൂമൻ ഗ്രാറ്റിറ്റ്യൂഡ്. മനുഷ്യന്റെ നന്ദിയുടെ പ്രകാശനമായിട്ട് അതിന്റെ എക്സ്പ്രഷനായി നോഹ. നോക്കണേ, നിങ്ങൾ ആ കഥ ഓർക്കുന്നുണ്ടോ? ആ യാഗപീഠത്തിന്റെ, ആ യാഗത്തിന്റെ വാസന, അതിന്റെ സ്മെൽ, അതിന്റെ ഫ്രാഗ്രൻസ് ദൈവത്തിന്റെ സന്നിധിയിൽ എത്തിയപ്പോ പറഞ്ഞു എന്താണെന്നറിയാമോ? താൻ ചെയ്തത് ഓർത്ത് ദൈവം പശ്ചാത്തപിച്ചു എന്നാ പറയാം. ഇനി ഒരിക്കലും പ്രളയ ജലം കൊണ്ട് മനുഷ്യനെ നശിപ്പിക്കുകയില്ല, ശിക്ഷിക്കുകയില്ല എന്ന്. നമ്മുടെ യാഗപീഠത്തിന് ദൈവത്തെ പോലും തിരുത്താൻ കഴിയുമെന്നാ പറയുന്നതിന്റെ അർത്ഥം അല്ലെ? നമ്മുടെ യാഗപീഠം യഥാർത്ഥത്തിൽ as an expression of our faith, when we make it as an expression of our gratitude, നമ്മുടെ ഒരു നന്ദി പ്രകാശനം. 103-ാം സങ്കീർത്തനം പറയുന്നത് എന്താ? അവന്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഓർമ്മയുണ്ടെങ്കിലേ നന്ദി ഉണ്ടാവും. നമുക്കൊന്നും ഓർമ്മയില്ലല്ലോ. So it is a time for us to give thanks. ദൈവമാണ് നമ്മളെ നടത്തുന്നത്. നമ്മള് കർത്താവായ യേശുക്രിസ്തു ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലെ ഒരു ഉപമ പറയുന്നു. പരീശന്മാരെ കുറിച്ചാണ് പറയുന്നത്. പരീശനും ചുങ്കക്കാരനും പ്രാർത്ഥിപ്പാൻ പോയി. രണ്ടുപേരും പ്രാർത്ഥിക്കാൻ പോയി. അതില് ഒരാൾ ആദ്യം പ്രാർത്ഥിച്ചു. ആരാണ് ആദ്യം പ്രാർത്ഥിച്ചത്? പരീശൻ, ഫാരിസിയാണ് ആദ്യം പ്രാർത്ഥിച്ചത്. എന്താ പ്രാർത്ഥിച്ചത്? അവിടെ പറയുന്നത് എന്താണ്? ഹി പ്രേയ്ഡ് ടു ഹിംസെൽഫ് എന്ന്. ഹി വാസ് നോട്ട് പ്രേയിങ് ടു ഗോഡ്. He prayed or said to himself, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലാത്തതിനാൽ സ്തോത്രം, അങ്ങനെയാണ് ഞാൻ ആധാരം കൊടുക്കുന്നു, അങ്ങനെ കൊടുക്കുന്നു, ഇങ്ങനെ കൊടുക്കും. പക്ഷെ ചുങ്കക്കാരൻ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ മനസ്സില്ലാതെ അവൻ തല കുനിച്ച്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ. ആരുടെ പ്രാർത്ഥനയാണ് ദൈവം പ്രസാദിച്ചത്?
See, we have to praise God for not who we are. ഞാൻ വലിയ പുള്ളിയായിരിക്കും, അങ്ങനെ ചിലരുണ്ടല്ലോ. ഇതൊക്കെ പ്രശ്നമാണ് കേട്ടോ. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് മഹത്വം കൊടുക്കേണ്ട ഇടത്ത് ഞാൻ വലിയ ആളാ, ഞാൻ അങ്ങ് വലിയതാന്നൊക്കെ ചിന്തിച്ചാൽ അത് വലിയ ദോഷമാണ്. നിങ്ങളോട് ഞാൻ പറയുക, ആ ആറ്റിറ്റ്യൂഡേ ശരിയല്ല. കാരണം വിനയമുള്ള മനസ്സിന് മാത്രമേ ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെടുത്താൻ കഴിയൂ. ദൈവം നമുക്ക് നൽകിയതാണ്. അപ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകളെ കുറിച്ച് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുമ്പോൾ നമ്മൾ ചെറുതാവും, നമ്മൾ വിനയപ്പെടും, നമ്മൾ നല്ല മനുഷ്യരാവും. അതുവഴി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും പ്രതികൂലങ്ങളും ഒക്കെ സ്വയം മാറിപ്പോ. നമ്മൾ ഒന്നും ചെയ്യണ്ട. ദാറ്റ് വിൽ ഗോ ഓൺ ഇറ്റ്സ് ഓൺ. അല്ലേ? രണ്ടാമത്തെ പ്രശ്നം അവന്റെ പ്രാർത്ഥനയുടെ, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ല, ഒരു വിവേചനം ഉണ്ടാക്കി. ഞാൻ അവനെ പോലെ അല്ല. പള്ളി വരുന്നത് നമ്മളെ പോലെയുള്ളവരുടെ അടുത്ത് പോയി കമ്പനി അടിക്കുന്നവരുണ്ട്. ഇതൊക്കെ ദോഷമാണ് കേട്ടോ. ഞാൻ ഇനി കുറച്ച് കഴിയുമ്പോൾ ഞാനത് ഐ വിൽ സ്പെൽ ഇറ്റ് ഔട്ട്. ഐ വിൽ ഡെഫിനറ്റ്ലി സ്പെൽ ഇറ്റ് ഔട്ട്. തരാതരം നോക്കി, കാറ്റഗറി നോക്കി കൂട്ടുകൂടുന്നത് സഭയ്ക്ക് ചേർന്നതല്ല. അങ്ങനെയല്ല. അവൻ അതാണ്, ഇവൻ ഇതാണ്, അവരിതാണ്, അവിടെ നിന്റെ പ്രാർത്ഥന, നിന്റെ ആത്മീയത, വിശ്വാസം, ആരാധന പരാജയപ്പെടാനുള്ള ഏക കാരണം അതാ. ഞാൻ ഈ ചുങ്കക്കാരനെ പോലെയല്ല, ഞാൻ വലിയ പരീക്ഷനാണ്, ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ ഇങ്ങനെ ചെയ്യുന്നുണ്ട്, ഞാൻ അവിടുന്ന് വന്നതാണ്, ഞാൻ ഇവിടുന്ന് വന്നതാണ്, എന്റെ അപ്പൻ അങ്ങനെയാണ്, എന്റെ കുടുംബം ഇതാണ്. ഒരു ചുക്കുമില്ല. ദൈവത്തിന്റെ സന്നിധി ഏറ്റവും വലിയ ഡെമോക്രാറ്റിക് സ്പേസാ. എല്ലാവരും ഒരുപോലെ. അവരെല്ലാവരും എങ്ങനെ ആയിരിക്കണം? ചുങ്കക്കാരനെ പോലെ ആയിരിക്കും. തല കുനിച്ച് സ്വർഗത്തിലേക്ക് പോലും നോക്കാനിട. കാരണം നമുക്കൊന്നും ഉള്ള യോഗ്യത ഉള്ളൊന്നുമില്ല. ദൈവത്തിന്റെ നന്മകളും അനുഗ്രഹങ്ങളും നടത്തിപ്പും ഒക്കെ വരുമ്പോ അറിയാതെ നമ്മുടെ തല കുനിയും, അറിയാതെ നമ്മുടെ ഹൃദയം നന്ദിയാലും നിറയും. അതുകൊണ്ട് 2 ചിന്തകൾ ഞാൻ പറഞ്ഞു. അൾത്താര അവസാനിക്കുന്നത് നമ്മൾ അടുത്ത ആഴ്ച ഇത് തന്നെ തുടരും. അൾത്താരയുടെ സവിശേഷത 2 ചിന്ത എന്ന് ഞാൻ പറഞ്ഞു. ഒന്ന്, അൾത്താര ദൈവത്തിന്റെ നന്മകളോട്, ദൈവത്തിന്റെ അനുഗ്രഹത്തോടുള്ള പുരാതനമായ പ്രതികരണം. നമ്മുടെ വിശ്വാസം നമ്മളുടെ ഒന്നുമല്ല. ഇതെല്ലാം ദൈവം നമുക്ക് തലമുറകളായിട്ട്, നമ്മളൊക്കെ ഓരോരോ സമയങ്ങളിൽ ഈ ഒഴുക്കിന്റെ ഭാഗമായി വന്നു ചേർന്നത്. നമുക്കൊന്നും പറയാനില്ല. എന്റെ വിശ്വാസം വലുത്, എന്റെ നല്ലത്, എന്റെ CSI വിശ്വാസം ഒന്നുമില്ല. വി ഓൾ ബിലീവ് ഇൻ ഗോഡ്. 2 പറഞ്ഞത്, ഈ അൾത്താര എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്തോത്രാർപ്പണത്തിന്, വിശ്വാസത്തിന്റെ സ്തോത്രപ്രകാശനമാണ് നമ്മുടെ അൾത്താര. അതുകൊണ്ട് നമ്മുടെ ദൈവത്തിന്റെ സന്നിധിയിൽ അടുത്ത് വരുമ്പോൾ ദൈവം നമുക്ക് നൽകിയ നന്മകളെ കുറിച്ച് ഓർത്ത് സ്തോത്രം ചെയ്യണം. ഹംബിൾ യുവർ സെൽഫ്. അല്ലേ? ഒരാളോടും തിരിഞ്ഞ് താങ്ക് യു, നിങ്ങൾ എനിക്ക് ഈ സമയത്ത് ചെയ്തത് ഒരു നല്ല കാര്യമാണ്, നന്ദിയുണ്ട് കേട്ടോ, നിങ്ങൾ തന്നല്ലോ, നിങ്ങൾ ചെയ്തല്ലോ. വി ഹംബിൾ ourselves. ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതുകൊണ്ട് നമ്മുടെ ആരാധനയുടെ ആദ്യ ഭാഗം സ്തുതിയും സ്തോത്രവും എന്നാ പറയുന്നത്, അല്ലേ? സോ ദ ആറ്റിറ്റ്യൂഡ് ഓഫ് പ്രൈസ് ഈസ് ദ ഇനീഷ്യൽ ആറ്റിറ്റ്യൂഡ് ഓഫ് അവർ വർഷിപ്പ്. ദൈവത്തിന്റെ സന്നിധിയിൽ വരുമ്പോ നമ്മൾ ആദ്യം ചെയ്യുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുക എന്നുള്ളത്. നമ്മൾ ആരും ഒന്നുമല്ല. ദൈവമേ, നീ ആ വലിയവൻ, നീ ആ പരിശുദ്ധൻ, നീ ആ സർവശക്തൻ, നീ ആ ബലവാൻ, നീ ആ മരണമില്ലാത്തവൻ, എല്ലാം നീയാ. ഞങ്ങളൊന്നും ഒന്നുമില്ല. ഞങ്ങളൊക്കെ വെറും ബലഹീനരാ. ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാണ്. മനുഷ്യന്റെ ആയുസ് 4 വിരൽ നീളമാണ്. ഈ വിരൽ നേരെ കൂട്ടി വെക്കുവോ അതോ ഇങ്ങനെ വെക്കുവോ എന്ന് നമുക്കറിയത്തില്ല. എങ്ങനെയാ നമ്മൾ 4 വിരൽ വെക്കേണ്ടതെന്നുള്ളത്? ഓരോ വിരലെടുത്ത് മണ്ടയ്ക്ക് വെക്കാനൊക്കെ തോന്നി നിങ്ങൾ വളക്കാൻ വേണ്ടി, അല്ലേ? നമുക്ക് ഈ വിരല് ചേർത്ത് വെച്ച് ഇങ്ങനെ ഇളക്കാനൊക്കെ ഉള്ളൂ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇപ്പോഴെന്ന് മാത്രം, പള്ളിയിൽ വരുമ്പോൾ മാത്രമല്ല, എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട് താഴ്ത്തി സമർപ്പിച്ച് നമുക്ക് മുൻപോട്ട് പോകാം. യാഗപീഠം നമ്മുടെ വിശ്വാസം ആവിഷ്കരിക്കപ്പെടുന്ന ഇടമാണ്. നമ്മുടെ ആരാധന, നമ്മുടെ കൂടിവരവ്, നമ്മുടെ കൂട്ടായ്മ, നമ്മുടെ പള്ളിയിൽ, നമ്മുടെ ദേവാലയത്തിൽ മാത്രമല്ല, നമ്മുടെ പള്ളിയിലും ഉണ്ട്, നമ്മുടെ ഭവനങ്ങളിലും ഉണ്ട് നമ്മുടെ യാഗപീഠങ്ങൾ. അതുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ വിനയപ്പെടുത്താം. ഇസഹാക്ക് ദൈവം തനിക്ക് നൽകിയ നന്മകൾക്ക് പ്രതികരണം, നന്മകളോടുള്ള പ്രതികരണമായി തന്റെ വിശ്വാസത്തിന്റെ എക്സ്പ്രഷനായിട്ട് യാഗപീഠം പണിതത് പോലെ നമുക്കും ദൈവസന്നിധിയിൽ വിനയപ്പെടാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കാം. നമുക്ക് നല്ല ആരാധന സമൂഹമായി, നല്ല വിശ്വാസ സമൂഹമായി കുടുംബത്തിലും സഭയിലും സമൂഹത്തിലും ആയിരിക്കാം.
അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. നമുക്ക് കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. വിനയമുള്ളൊരു ഹൃദയമെന്നിൽ മെനഞ്ഞിടേണമേ ദൈവമേ, അനുദിനം തവ ഭാവമെന്നിൽ വിളങ്ങിടാൻ കൃപയേകിടൂ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയാൽ സ്നേഹവാനെ ക്ഷമിക്കണേ. ദിനം ദിനം ഞാൻ ദൈവമേ മറന്നുപോയി നിന്ദാനങ്ങൾ, സ്വാശ്രയത്തിൽ നിഗളിയായി സ്നേഹവാനെ ക്ഷമിക്കണേ. ഞങ്ങളെ സ്നേഹിക്കുന്ന പരിപാലിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, വീണ്ടും ഒരു പ്രാവശ്യം കൂടെ പ്രിയ പിതാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്നു. അപ്പാ, അവിടുത്തെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ തലകൾ കുനിച്ച് നന്ദിയോടെ നിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തണമേ. കർത്താവേ, യാതൊരു യോഗ്യതയും ഇല്ലാതിരുന്നിട്ടും ഞങ്ങളെയൊക്കെ അവിടുത്തെ സ്നേഹത്തിൽ, അവിടുത്തെ കരുണയിൽ, കർത്താവെ അവിടുത്തെ ചുംബനത്തിൽ അവിടുന്ന് ചേർത്ത് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നപ്പാ. ദൈവമേ, ഞങ്ങൾ നിൽക്കുന്ന ഇടം വിശുദ്ധമാകിയാൽ നിന്റെ കാലിലെ ചെരുപ്പ് എറിഞ്ഞു കളക എന്ന് മോശയോട് പറഞ്ഞതുപോലെ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണെന്ന് തിരിച്ചറിയുവാനുള്ള വിവേകം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ യാഗപീഠത്തിന്റെ മുൻപിലേക്ക് കടന്നു വരുമ്പോൾ നന്ദിയോടെ കടന്നു വരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്തിക്കൊണ്ട് കർത്താവെ, ഞങ്ങളുടെ സ്വാർത്ഥതയില്, ഞങ്ങളുടെ സ്വാശ്രയത്തിൽ ആശ്രയിക്കാതെ ഞങ്ങൾ ചെയ്തു പോയ കുറവുകളെ ഏറ്റുപറഞ്ഞ്, ഞങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് നിനക്ക് വേണ്ടി ജീവിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. കർത്താവെ, ഞങ്ങളുടെ ഗ്രേറ്റ് പേരൻസിൽ നിന്ന്, ഞങ്ങളുടെ ഗ്രാൻഡ് പേരൻസിൽ നിന്ന്, ഞങ്ങളുടെ പേരൻസിൽ നിന്നൊക്കെ ഞങ്ങളിലേക്ക് ഒഴുകിയെത്തിയ വിശ്വാസം കർത്താവെ നഷ്ടപ്പെട്ടു പോകാതെ അത് കാത്തു സൂക്ഷിച്ച് തലമുറകളിലേക്ക് ഞങ്ങൾ അത് പകർന്നു കൊടുക്കുവാൻ തക്കവണ്ണം ആ ആത്മീയ ധൈര്യം ഞങ്ങൾക്കുണ്ടാകുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അപ്പൊ ഞങ്ങൾ കാണുന്നത് വരെയും കർത്താവെ, ഈ കൃപയിൽ, ഈ വചനത്തിൽ ഞങ്ങൾ വേരൂന്നി വളരുവാൻ ഞങ്ങളെ അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരസ്പരം സ്നേഹിച്ചും പരസ്പരം കരുതിയും പരസ്പരം ചേർത്ത് പിടിച്ചും സ്വാർത്ഥത വെടിഞ്ഞ് വിശ്വാസത്തിൽ വളരുവാൻ തക്കവണ്ണം സഭയായി ഞങ്ങളെ അവിടുന്ന് ശക്തിപ്പെടുത്തണമേ. രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് വിടുതലും നൽകുന്ന ദൈവം ഇന്ന് ഞങ്ങളുടെ മധ്യേ അവിടുന്ന് ഇറങ്ങി വന്നിരിക്കുകയാൽ നന്ദിയോടെ കൂടെ സ്തോത്രം. കർത്താവെ, ഇന്ന് ഈ പ്രാർത്ഥനയിലായിരിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർക്കുന്നപ്പാ. ആയിരിക്കുന്ന ഇടങ്ങളിൽ അവിടുത്തെ ശക്തി പകരണമേ, അവിടുത്തെ സ്നേഹത്താൽ നിറയ്ക്കണമേ, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതവസ്ഥയിലായിരുന്നാലും, ഏത് പ്രയാസത്തിലായിരുന്നാലും, ഏത് രോഗത്തിലായിരുന്നാലും അത്ഭുതം അവിടുത്തെ കരത്തിലുണ്ടപ്പാ. അവിടുന്ന് ഞങ്ങളെ നോക്കണമേ, അവിടുന്ന് ഞങ്ങളെ അറിയണമേ, അവിടുന്ന് ഞങ്ങളെ കർത്താവെ അവിടുന്ന് കാത്തു പരിപാലിച്ച് സൂക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായി പിരിയുന്നുവെങ്കിലും പിരിയാത്ത സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. കർത്താവെ, ശനിയും ഞായറും നടക്കുന്ന ആരാധനയിൽ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കണമേ. പ്രാർത്ഥനയിലൊക്കെ അവിടുത്തെ സാന്നിധ്യം അവിടുന്ന് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കർത്താവെ തമ്മിൽ ചേരുന്നത് വരെയും തിരിച്ചറിയുടെ മറവിൽ ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് പറഞ്ഞടിക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കാൽ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ അവിടുന്ന് അപേക്ഷിക്കുമ്പോൾ കൃപയുണ്ടായി കേൾക്കണമേ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നാമം പരിശുദ്ധമാക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ എന്റെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ പരീക്ഷയിലേക്ക് കടത്താതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ വിടുവിക്കുന്നു. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അവിടുത്തേക്കുള്ളതാകുന്നു. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ത്രിയേക ദൈവത്തിന്റെ കൃപകളും അനുഗ്രഹങ്ങളും പ്രിയമുള്ളവരെ നാം എല്ലാവരോടുകൂടെയും നാം ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ വലുതും ചെറുതുമായ എല്ലാ ആവശ്യങ്ങളോടും കൂടെ ഇന്നും എല്ലായ്പ്പോഴും വസിക്കുമാറാകട്ടെ. ആമേൻ. താങ്ക് യു. ഇന്നത്തെ പ്രാർത്ഥനയിൽ പങ്കെടുത്ത എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് പാട്ടുപാടി സഹായിച്ച
സഹായിച്ചവർ, പ്രാർത്ഥിച്ച് സഹായിച്ചവർ, സങ്കീർത്തനം വായിച്ച് സഹായിച്ചവരോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. സമയം കണ്ടെത്തിയതിൽ നിങ്ങളെ അഭിനന്ദിക്കുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു അച്ഛൻ. വിമൻസ് ഫെലോഷിപ്പിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ദയവായിട്ട് ആ ഇൻവൈറ്റിൽ ജോയിൻ പ്രസ് ചെയ്ത് ആ വിമൻസ് ഫെലോഷിപ്പിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം എന്ന് പ്രസിഡന്റിന്റെ പ്രത്യേക അനൗൺസ്മെന്റ് ഉണ്ട്. അതില് ചിലർക്കൊക്കെ ചിലപ്പോൾ അതിന്റെ ഒരു ടെക്നോളജി അറിയാത്തവരുണ്ടാവും. ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവായിട്ട് അതിൽ ജോയിൻ ചെയ്യണം എന്നാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രത്യേകിച്ച് ഷെയർ ചെയ്യാനോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയാം. എല്ലാവരും മ്യൂട്ടിലാണെന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു. നമുക്കപ്പോ ഞായറാഴ്ച കാണാം. ശനിയാഴ്ച യാപ്രാൽ ഏരിയയുടെ പ്രെയർ മീറ്റിംഗ് ഉണ്ട്, ഏരിയ കോട്ടേജ് പ്രെയർ. ഞായറാഴ്ച ആരാധനയും എല്ലാവരും ഉണ്ട്. എല്ലാവരും കഴിയുന്നിടത്തോളം ആളുകൾ പ്രാർത്ഥനയുണ്ട്, അതിലും പങ്കെടുക്കണം എന്ന് പ്രത്യേകമായിട്ട് അറിയിക്കും. താങ്ക് യു. ഓക്കെ, ബൈ.